സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. Hello friends, if you ask me what's the most beautiful thing happened in my life, yes, it's my college life. My Tamil is not good. As you know, I'm a Malu guy. And I look at Tamil the best boy. Amazing. என் நண்பர்களே, இங்க ரெண்டு விதமான கூட்டம் இருக்கு. ஒன்னு கைஸ், நீங்க தான் என் ட்ரூ ஃப்ரெண்ட்ஸ், வெல் விஷர்ஸ் அண்ட் நல்லவங்க. இன்னொரு கூட்டம் இருக்கு, அவங்க இங்க இல்ல, எங்க போச்சு யாருக்காவது தெரியுமா? ஆமா, தண்ணி அடிக்க போச்சு. இந்த காலேஜ் மேல மரியாதை இல்லாம தண்ணி அடிச்சுக்கிட்டு வாந்தி எடுத்துக்கிட்டு சும்மா நோயின்னு சில பேர் அவங்கள பத்தி எல்லாம் பேசி இந்த பியூட்டிஃபுல்லான ஸ்பாயில் பண்ண எனக்கு விருப்பம் இல்ல. நான் இங்க வரும்போது சச்சின் ஓவரா பேசுறாங்க, வச்சிடலாமா? എടാ ഒന്ന് ചുമ്മായിരുന്നേ. പറ്റിറങ്ങി കഴിഞ്ഞ് ഇതായിരുന്നു ഉണ്ടാവില്ല ടുമേ. അവന്മാരെ എടുത്തിട്ടടിക്കും. അതുകൊണ്ട് നിദാനമാ കേട്ടിട്ടില്ല. சொல்லி கன்டினியூ பண்ணிக்கிறேன். Paniappan College of Engineering. Thank you for making me who I am. It's okay. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് പോയ സബ്ജക്ട് പോകും. നീ പോടാ. അഞ്ജലി എനിക്ക് അവരെ തരണം. എന്നൊരു കാര്യം ചെയ്യും, എന്നെ അവനെ അറിയില്ല. കുടിച്ചിട്ട് പോയി തലണ്ടാക്ക്. നീ എന്നാ പിന്നെ നീ ഓരോന്ന് വ്യത്യാസം? നീ അങ്ങനെയാണോ? അല്ല, മൈക്ക് അത് ശരി. എന്നാ ഞാനും പോയി കരഞ്ഞ് പ്രസംഗിച്ചിട്ട് വരട്ടെ. നീ അവിടെ നിന്നേ. വെറുതെ டேய் ആവശ്യമില്ലാത്ത அஞ்சலி എനിക്കത് പോയി പേசுறா. പിന്നല്ലാണ്ട് അതിനെല്ലാം അടിച്ചിട്ട് വന്നേക്കണം. ഇന്ന് കണ്ടിപ്പാ പേസ് പൊട്ടം പറഞ്ഞ എടുത്തുള്ള നിക്കണ്ടേട്ടാ. ഒന്ന് പോയടോ ഒന്ന്. പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് കൊല്ലം 4 ഇന്നതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ഇന്നേക്കൊരു പൊടി. എന്താ സച്ചിനെ കാണണം പറഞ്ഞേ? അല്ല, ഞാനും സഞ്ജും പുറത്തേക്ക് പോവാ. ഞാൻ ആരൊക്കെയോ പറയുന്ന കേട്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഒരു ടോപ്പിക് ആവാറുണ്ടല്ലോ. അപ്പൊ യുകെക്ക് വന്ന കാര്യം പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, എനിക്ക് തന്നോട് വേറൊരു കാര്യം പറയാം. അഞ്ജലി നീ നീക്ക്. തീർന്നില്ലേ? എന്താ സംഭവം? എന്താ ഭ്രാന്തായമാർക്ക്? അത് സീക്രട്ട് ചേംബറിന്റെ താക്കോല് കിട്ടിയത്. അവരെ തുറക്കാൻ പോവായിരിക്കും. നീ വരുന്നില്ലേ?
ആളെ കൊന്നേനിപ്പൊ പേടിപ്പിച്ചിട്ട്. ഇത് ഇവന്മാരല്ല ഇത് പറയേണ്ടത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന മാനേജ്മെന്റിനാണ് ആദ്യം അടിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. അയ്യോ പോലെ, ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല. എനിക്ക് അഞ്ജലിനെ ഇപ്പൊ മുതലല്ല, ഫസ്റ്റ് ഇയർ തൊട്ട് എനിക്ക് തന്നോടൊരു കാര്യം, അത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് തന്നെ ഇഷ്ടമാണ്. സച്ചിൻ കുടിച്ചിട്ടുണ്ടോ? ഹേ ഇല്ല. അത് അവര് നിർബന്ധിച്ചപ്പോ. അല്ലെങ്കിലും സച്ചിന് കുടിക്കാതെ എന്നോട് സംസാരിക്കാൻ ധൈര്യമില്ലല്ലോ. പണ്ടെപ്പോഴോ ഏത് ബാറിൽ പോയി അടിച്ച് ഫിറ്റായിട്ട് എന്നെ വിളിച്ചിട്ടില്ലേ? അയ്യോ, അത് മെക്കാനിക്കലില് ആഞ്ജനേനെ വിളിച്ചത് അഞ്ജലിക്ക് മാറി വന്നതാ. ഞാനും അവനും നല്ല കൂട്ടാ. എന്തേ? സച്ചിൻ ചോദിച്ചോണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാനും ജെയിനും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ഇവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ വിചാരിച്ചു സച്ചിനും അറിയാമായിരിക്കും. ഞാൻ കുറച്ച് ലേറ്റ് ആയല്ലേ? അല്ല, ഞാനങ്ങനെ കണ്ടിട്ടില്ല സച്ചിന്. ഞാനെന്നാ ചേംബറിലോട്ട് പോകട്ടെ. ശരി. എടാ, നിനക്ക് 2 ഷഡ്ഡി മേടിച്ചുവിട്രാ. ഉള്ളത് മുഴുവൻ ഓട്ടയാണല്ലോ. നിങ്ങൾക്കൊന്ന് പതുക്കെ പറഞ്ഞൂടെ? ആൾക്കാരൊക്കെ നിൽക്കണം. പഴയ സാധനം ഇട്ടുകൊണ്ട് നടക്കുന്നതിന് അവന് മാനക്കേടൊന്നുമില്ല. നമ്മുടെ സവിതയുടെ കല്യാണം അടുത്ത വർഷം വേണമെന്നാട്ടോ അവര് പറയണേ. കല്യാണോ? അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയാ? ഞാൻ സേലത്തുള്ളപ്പോ സ്ഥിരം അങ്ങേരെ കുറ്റം പറയാൻ വേണ്ടി വിളിയായിരുന്നല്ല. കോംപ്രമൈസ് ടോക്കിന് ഞാൻ അങ്ങേരെ വിളിക്കണ്. അല്ല, അവസാനം വിളിച്ചപ്പോ ഈ കല്യാണം അവൾക്ക് വേണ്ടെന്നുള്ള പറഞ്ഞു. എടാ, ആ പെണ്ണ് പറയുന്നൊന്നും നീ വിശ്വസിക്കല്ല കേട്ടാ. അവര് ഇന്നടിയാണെങ്കിൽ നാളെ അടയും ചക്കരയാ. ഇപ്പതേ അവൻ പറഞ്ഞിട്ട് തടി കുറയ്ക്കാൻ വേണ്ടിട്ട് ഓട്ടവും ചാട്ടവും തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. നീ പോണ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പൊ അമ്മ പറഞ്ഞില്ലേ? ഞാനൊന്നും പറയാറില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അത് ശരി. ഇതുവരെ ആ മിണ്ടാവൃതം തീർന്നില്ലേ? ഇത് 1 വർഷം അടുത്തായല്ലത്. എടാ, 5 kilometers in 45 minutes. എടാ, ഈ UK-ല് വിവേകേട്ടന് പറ്റിയ വല്ലതും ഉണ്ടോടാ? അതെ, വിസയുടെ ആവശ്യത്തിന് കുറച്ച് പൈസ വേണമായിരുന്നു. എവിടെന്നെങ്കിലും കുറച്ച് പൈസ സെറ്റാക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു. അല്ല, എനിക്ക് പോവായിരുന്നു. എൻ്റെ എവിടെ നടാ കാശ്? നിന്റെ അമ്മയുടെ സ്ഥലം വിൽക്കാൻ പറയടാ. ബാക്കിയുള്ള കാശ് ബാങ്കിലിടാം. എനിക്ക് തിന്നാനല്ല, മോളുടെ കല്യാണം വരുമ്പോ എടുക്കാനാ. എടാ സച്ചു, സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് എടുത്തോളാന്നും പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നാടാ നമ്മുടെ ബ്രോക്കർ തക്കുടു 2015. അപ്പൊ അത് വിൽക്കണ്ട, വില കൂടും എന്നൊക്കെ പറഞ്ഞ് മുടക്കിയതാരാ? എന്നിട്ട് വെള്ളപ്പൊക്കം വന്ന് സ്ഥലത്തിനോട്ട് വിലയുമില്ല. അതാർക്കോട്ട് വേണ്ടതാനും. എടാ, ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് ഞാനാണാടാ. അല്ല, ഞാനാണ്. സ്ഥലം വിൽക്കണ്ടെന്ന് പറഞ്ഞത് ഞാനാണ്. പക്ഷെ വേറൊരു കാര്യം ചോദിക്കാണ്ട് എനിക്ക്. അതെ, ഈ ചിട്ടി പിടിച്ച കാശിന് ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചിട്ട് അതിനെ തിന്നാൻ പാകത്തിന് കൊക്കാമ്പൂച്ചയുടെ മുമ്പിൽ ഇട്ടുകൊടുത്തത് ആരാ? അതെ, ഞാനാണ്. നിർത്ത്. വേണ്ട, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. കൊള്ളടിച്ചിട്ടാണെങ്കിലും ഞാൻ നാട് വിട്ടോളാം. നീ ഇതെങ്ങോട്ട് പോണ്? ഞാൻ പുറത്തു പോണു. ബേക്കറിയിൽ 1 കിലോ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ കമ്പനി പടി കൊണ്ട് കൊടുത്തേ. ആ, വന്ന് കുത്തനെ സ്വപ്നമാകെ ഇതുപോലെ പെട്ടിയിൽ പെട്ടതാണ്. കത്തിയൊന്ന് കുത്തനെ സ്വപ്നമാകെ ഇതുപോലെ മൊത്തമേ പെട്ടതാണ്. പതുങ്ങി മെല്ലെ അങ്ങ് പോകുവാണ്. പതുക്കെ മേഘണൊരു കാര്യമാണ്. പിണച്ചി പാഞ്ഞു പാഞ്ഞ സച്ചിനെ, ഈ വിവേകിന്റെ കാര്യം പറയാനാണെങ്കിൽ കൊറേ പറയാനുണ്ടാ. കൊറേ പറയാനുണ്ടല്ലേ? വാ തുറക്കരുത് നീ.
പച്ചക്കറി വാങ്ങാൻ പറ്റിയില്ല സച്ചേ. നല്ല മഴക്കോള്. ഞാനിങ്ങ് പോന്നു. നന്നായി. എന്നാ ഇന്നിനി ഉച്ചയ്ക്ക് എല്ലാവർക്കും പച്ചച്ചോറ് തിന്നാ. എന്ത്? എന്താണ്? നീയേ ആസിഫ് ഹോട്ടലിൽ 2 ഊണ് പറ. 2 പേർക്ക് മതി. എന്നാ കുറച്ച് വിഷം കൂടി മേടിച്ചോടാ, ചോറി കൂട്ടി തിന്നാ. വൺ സെക്കൻഡ്. അതെ, ഇത് എക്സ്പ്രോ കൊറിയർ വിളിക്കുന്നതാണ്. ഒരു കൊറിയർ ഉണ്ട്. കൂടുപോലെ പൊങ്ങി പെരുക്കണുണ്ടേ, ഉറക്കമില്ലാതെ ചൂടാണേ, പന്തുപോലെ നെഞ്ചും തെറിക്കണുണ്ടേ, ഏതോ നേരത്താരാണ്ടേ ഉള്ളിലിങ്ങനെ ചൊല്ലുന്നേ, നാട് വിട്ടൊരു കളിയാണേ, പാടുതന്നൊരു നേരാ, കത്തി വന്നു കുത്തണേ, കത്തി വന്നു കുത്തണേ, അടിച്ചിട്ടുണ്ടാ? കത്തിയൊന്നു കുത്തണേ. എടാ എന്റെ കാണുന്നില്ലല്ല. നീ വെപ്രാളം കെട്ടാണ്ട് സമാധാനായിട്ട് നോക്ക്. ഇല്ലടാ. എടാ ഇതെന്തത്? നിന്റെ ഉണ്ടത്? ഇല്ല. എന്താണത്? കണ്ടീഷൻ മൂലം വിസ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാണല്ലോ പറയണേ. എടാ നീ ഡെസ്പാവല്ലേ, നമുക്കിനി 6 മാസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യാല. പിന്നെ നിനക്ക് മെയിൽ വരായിരുന്നപ്പോ തന്നെ എനിക്ക് തോന്നി. ഹലോ. എടാ നീ എവിടെയാ? ഞാൻ ഇവിടെ പാർസൽ മേടിക്കാൻ വന്ന. എന്തേ? എടാ ചുണങ്ങമേലിയിലെ ഒരു വീട്ടിലെ ബർത്ത്ഡേ പാർട്ടിക്ക് കുറച്ച് ഐസ്ക്രീം കൊടുക്കാനുണ്ട്. നീ കടയിലോട്ട് വന്നേ. ആ എടാ സച്ചിനെ, നീയായിരുന്നാ? എടാമല ഇത് നിന്റെ വീടായിരുന്നാ? ആ, ഞാൻ ഈ ഐസ്ക്രീം തരാൻ വന്ന. ആ. നിങ്ങളപ്പോ സെമിത്തേരി മുക്കിന്ന് മാറിയായിരുന്നു? എടാ അവിടെ നിന്ന് മാറിയിട്ട് ഒരു 2 മൂന്നില്ലേ. ആണല്ലേ. ഓക്കെ, നടക്കട്ടെ എന്നാ. ഞാൻ എടാ ചേച്ചിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്, കഴിച്ചിട്ട് പോവാ. അല്ല കുഴപ്പമില്ലടാ. അല്ലടാ എനിക്ക്. നീ വാ, കുഴപ്പമില്ല, വാ. എടാ വാടാ. എടാ എടാ നീ അവിടെ ഇരി, ഞാൻ വെച്ചിട്ടരാ. അവിടെ ഇരി. സച്ചിനെ, ഇതാ ചേച്ചി. കൊച്ചത് അവളുടെ ബർത്ത്ഡേ. എന്താടാ ഒന്നും കിട്ടി? ഒരു കാര്യം ചെയ്ത് നമുക്ക് മുകളിലോട്ടിരിക്കാം. മുകളിലോട്ടിരിക്കണേ. അപ്പൊ സഞ്ജുവിന് വിസ കിട്ടി. അവന് കിട്ടി. എന്താ നിന്റെ പരിപാടി? ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു ഇൻടേക്കും കൂടി ഉണ്ട്. അതിലെങ്ങനെയെങ്കിലും ഒക്കെ കയറി പോണോടിക്കേ. നിനക്കൊക്കെ വല്ല കാര്യമുണ്ടോ തമിഴ്നാട്ടിൽ പോയി പഠിക്കേണ്ടത്? എന്റെ കോളേജിൽ വന്നാ പോരുന്ന. എടാ മാർക്ക് വേണ്ട അതിന്. തമിഴ്നാട്ടിൽ പോയതാണെങ്കിൽ വേറൊരു ട്രാജഡി. എന്ത്? അല്ല, അവിടെ എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമായിരുന്നു, അഞ്ജലി. വൺ സൈഡ്. ആ, അവിടെ വേറൊരു തണ്ടി ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവ് ഓണച്ച് നടക്കുന്ന ഒരുത്തൻ, ജെയിൻ. ആദ്യമൊക്കെ അവൻ എൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, അവളോട് പോയി ഇഷ്ടം പറയാനൊക്കെ ആയിട്ട്. അവസാനം അവൻ അവളെ കൊണ്ടുപോയി. എടാ സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. ആണല്ലേ? എന്താണ് എന്നിട്ട് നിന്റെ പരിപാടി എന്താണ് ഇപ്പോ? ഞാൻ എങ്ങനെയെങ്കിലേ ഗേറ്റ് എഴുതിയിട്ട് IIT റൂർക്കിയില് MTech ചെയ്യാനുള്ള ഒരു പരിപാടിയാ. റൂർക്കിയ? അതെന്താ അവിടെ? അതൊന്നുമില്ല. നിനക്ക് വിഷമാവും. എനിക്കെന്ത് പണ്ടാരത്തിന് നീ റൂർക്കി പോണേനെ? എടാ എൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെയാണ്. അവൾ ഭയങ്കര നിർബന്ധം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. ഓ, നീ വല്ലാണ്ട് വളർന്നമല്ലേ ഈസേ. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് എവിടെ നിൽക്കുകയാണോ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് വിഷമാവും. നീ വിട്ടത്. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം UK പോകണില്ലെന്ന് ചോദിച്ചിട്ട് നാട്ടുകാരും തുടങ്ങും. എനിക്ക് എവിടേക്കെങ്കിലും ഒന്ന്, എടാ തൽക്കാലം ഈ നാട്ടിൽ നിന്നൊന്ന് മാറിക്കാൻ പുറത്തെന്തെങ്കിലും പരിപാടി നിന്റെ കെയർ ഓഫിൽ ഒപ്പിച്ചേരാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. മതി ദുരന്തം പറച്ചില്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇല്ലില്ല, എനിക്ക് പോണം. എനിക്ക് നമ്മുടെ സ്കൂളിൽ പോകാനുണ്ട്. എന്തിന്? ഒരു 10-200 പപ്സ് കൊണ്ടാറക്കാനുണ്ട്. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ. ഞാൻ
ശരിയടാ എന്നാ. ആ. നീ എന്താ ഇവിടെ? നീ എൻ്റെ കൂടെ ഗേറ്റ് കോച്ചിങ്ങിന് വന്നിട്ടാ? എടാ ഗേറ്റ് കോച്ചിങ്ങിനൊക്കെ വന്നിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ്? അത് ശരി, നീ അല്ലേ പറഞ്ഞ് വൃത്തിയേട്ട നാട്ടിൽ നിന്ന് മാറിക്കണമെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് എങ്ങനെ UK പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ റൂം ഷെയർ ചെയ്യാൻ ഒരാളും ആവും. എടാ പക്ഷേ ഈ ഗേറ്റ് കോച്ചിങ് നീയേ നല്ലോണം ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. എവിടെയാണിത്? കൊച്ചിയിലാണ്? കൊച്ചിയില, ഹൈദരാബാദാണ്. ഹൈദരാബാദാ? ആ. So hi guys, she's Reenu. She'll be joining our team as a tester. Yeah, welcome. Hi. Myself Srinivas, your team lead. You can call me Srini. He's Vignesh. Hi. She is Navnita. Hello. She's Rija. Hello. Harshita. Hi. And she's Shravani. Hi. And Subin. Actually, Subin is also from Kerala. You must be knowing Karthika, right? Hi. She is the one who referred you here. Yeah, I know. Where's Ati? Adi's on the way, Srini. Okay, cool. Subin will give you a quick office tour and good luck. All the very best. Okay. Have a great journey with hospital. Will do my best, sir. Thank you. വാ 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 സമയമില്ല. അതായത് റീനു, ഇവിടെ നമ്മൾ പണിയെടുക്കുന്നതിലുപരി പണിയെടുക്കുന്നൊന്നും മറ്റുള്ളവരെ കാണിക്കുന്നതിലാണ് കാര്യം. ഒരു ലാപ്ടോപ്പും കൈ പിടിച്ച് അന്തം വിട്ടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്ന ആൾക്കാർ വിചാരിച്ചോളും. ഓടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കണ്ട, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പാൻട്രി. വലിക്കൂ. അതാണ് സ്മോക്കിംഗ് ഏരിയ. അതായത് ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെ രാജിവെച്ച് രക്ഷപ്പെടാമെന്ന് ആൾക്കാർ ചർച്ച ചെയ്യുന്ന സ്ഥലം. കം. ഇതാണ് നമ്മുടെ വെൻഡിങ് മെഷീൻ. പണിയെടുത്ത് ക്ഷീണിക്കുമ്പോ വല്ല കോളയോ ചിപ്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് പൈസ ഇട്ട് കൊടുത്താൽ സാധനം ഇവിടെ വരും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് സാർ. ഇനി കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ പൊട്ടിക്കുക. സിമ്പിൾ. ഞാനൊന്ന് ട്രൈ ചെയ്യാം. നോക്കൂ. ഒത്തില്ല അല്ലേ? അത് സാരമില്ല, അത് കിട്ടും. വിഷമിക്കാനൊന്നുമില്ല. എവിടെ പോണ്? അല്ല, സാറിന്റെ കൂടെ. അതാണ് കുട്ടിയുടെ ക്യൂബിക്കിൾ. അവിടെ പോയി പണിയെടുക്കും. ഓക്കെ സാർ. ഇവിടെ ഈ സാറ് ചേട്ടൻ വിളിയൊന്നുമില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരാണ് വിളിക്കുന്നത്. അതിന് ഈ അച്ഛന്റെ പ്രായമുള്ള ആളാണെങ്കിലും ശരി. ഓക്കെ സുബിൻ. എന്ന് കരുതി എനിക്ക് തന്റെ അച്ഛന്റെ പ്രായം ഉണ്ടെന്നല്ല അർത്ഥം. ക്ലിയർ? ഓക്കെയോ? You got your mail ID, right? Yeah. Okay. I'll share all the access mails today. എടി, അച്ഛനമ്മയും പോയോ? Okay. അച്ഛനമ്മയും പോയോ? ഇല്ല, അവർ വൈകുന്നേരം പോവും. ഒരു കാര്യം ചെയ്യും, നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ അപ്പാർട്ട്മെന്റിലോട്ട് വരും. അല്ല, അപ്പൊ നീ നമുക്ക് ഒരുമിച്ച് പോവാം. Reenu, TL is calling you. Come to the recreation area. What happened? என்ன கேட்டா எனக்கு என்ன தெரியும், நீ என்ன பண்ணணும் உனக்கு தான் தெரியும். ஐயோ விக்னேஷ், ഞാനാ വെൻഡിങ് മിഷനിൽ ചുമ്മാ ഫണ്ണ് കിടിച്ചേ. இந்த எல்லா கதையும் வந்து இந்த TL கிட்ட சொல்லு. இப்ப டக்குன்னு கிளம்பி வா. நவனிதா, கார்த்திகா, you both also come, okay? എനിക്കറിയില്ല. I don't know. May I come in? ബാ, കെട്ടി. ഈ ന്യൂ ജോയിനേഴ്സിന് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് വെൽക്കം പാർട്ടി നടത്താറുണ്ട്. ഓ ബൈ ദ വേ, അയ്യോ നോ പ്രോബ്ലം. ബൈ ദ വേ, ആദി. ഹായ് ആദി. സീനിയർ ഡെവലപ്പറാണ്. ഞാൻ ജനിച്ച വളർന്നൊക്കെ മുംബൈയിലാണ്. നാട്ടിൽ എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട്. ഓക്കെ. ഹേ ശ്രീനി, ഇറ്റ്സ് എ ഗ്ലാസ്, യു ക്യാൻ ഹാവ് ഇറ്റ്. സീ റിനു, ദിസ് ടീം ഇസ് ലൈക്ക് എ ഫാമിലി. ഈ ടീമിലെ എല്ലാ ആൾക്കാരുടെയും ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം. റീനുവിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയട്ടെ. യു ഫ്രം പത്തനംതിട്ട, മല്ലപ്പള്ളി. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, പിന്നൊരു പൂച്ചക്കുട്ടി. പൂച്ചക്കുട്ടിയുടെ പേര്
Nimi, right? ഇതൊക്കെ എങ്ങനെ കാർത്തിക പറഞ്ഞോ? അവൾക്ക് അതിന് പൂച്ചക്കുട്ടിയുടെ Come on, Reenu. By the way, why did you choose Hyderabad? അത് പിന്നെ ഈ Wait. Let me guess. തന്റെ സ്കൂളിങ്ങും കോളേജും ഒക്കെ നാട്ടിലായിരുന്നു. അപ്പോൾ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. Am I right? Yeah. But sad to tell you this, Hyderabad is a really bad choice. അതെന്താ അങ്ങനെ? JK, just kidding. Hyderabad is great. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഹൈദരാബാദ്. അപ്പോ വെൽക്കം ടു ഹോസ്പിറ്റൽ. താങ്ക് യു. And also Reenu, welcome to Hyderabad. എടി ഇതിന് ഹാരിക വേണ്ടല്ലോ. ഹലോ ബേബേ. ഹായ് റീനു. ഒരു 100 bucks ഉണ്ടാവും. കൊടുക്കല് വന്നേ. നീ കൊടുത്താ ഡെയിലി കൊടുക്കണ്ടേ. ചിറകായതിരുമേലുയരണേ കനവുകൾ നനയുമേ കവറിലായി കരുതണേ പിടിവിടാതെ പെരിയ ചെലവിത് കീശകളാകെ ചെവിയിലൊരു പിടി ഭാഷകളായേ കടപ്പലാരം. ആകെ ഒരു കട്ടിലുള്ളൂ. തിങ്കൾ ബുധൻ വെള്ളി ഞാൻ, ചൊവ്വ വ്യാഴം ശനി നീ. അപ്പൊ ഞായറോ? ഞായറാഴ്ച നമ്മള് ടോസ് ഇടും. ഇന്നെന്തോ ദിവസം? ഇന്ന് തിങ്കളാഴ്ച. ഇന്ന് ഞാൻ കിടക്കും. വണ്ടിച്ചൊരുക്ക് ഇടി തമ്മി വഴക്ക് കിടപ്പൊരു നിലക്ക് അടുപ്പതിനടക്ക് കറി ഒരു മെഴുക്ക് കൂടഞ്ഞെടുക്ക് തിരക്കിത് എതുക്ക് പകലായാലോടുകയോ നേരം പോക്കായോ ക്യാരം പ്ലേ ആണോ നാടായോ മറുനാടോ നാട്ടാരെ പോലെങ്ങായെന്നോ. കടകളിതനവധി കയറണതോ കഴിക്കണമോ ചെറുതൊഴിക്കണമോ തലവര പലവുറി തിരയണതോ ഫലം ഗണിക്കണതോ വിധിച്ചതോ. രാവിലന്നു നമ്മളൊന്നു ചേർന്നു ചൊല്ലി രാശികൾ കുന്നുകൂടിയുള്ളിലാശവൻ പ്രതീക്ഷ മിന്നി തലനിറയെ ചിറകായതിരുമേലുയരണേ കനവുകൾ നനയുമേ കവറിലായി കരുതണേ പിടിവിടാതെ പെരിയ ചെലവിത് കീശകളാകെ ചെവിയിലൊരു പിടി ഭാഷകളായേ കടപ്പലാരം നിറത്തിനോരം കറക്കമാണേ വെളുക്കുവോളം. నాకు రేపు సెలవు కావాలి. నాకు రేపు సెలవు కావాలి. ఎస్. ചിറകായതിരുമേലുയരണേ കനവുകൾ നനയുമേ കവറിലായി കരുതണേ പിടിവിടാതെ പെരിയ ചെലവിത് കീശകളാകെ ചെവിയിലൊരു പിടി ഭാഷകളായേ കട
പലാരം നിരത്തിനോരം കറക്കമാണ് വെളുക്കുവോളം ഞാൻ ഈ സാധനമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. കൊള്ളാവുന്നൊരൊറ്റ ഒരുത്തല്ല ഇതില്. നീ ഭയങ്കര ചൂസിയാണ്. ഇതൊക്കെ ഇങ്ങനെ കസ്റ്റമൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണോ? മനുഷ്യന്മാരല്ലേ. അതിനിത്ര പെരുത്ത കണ്ടീഷൻസ് ഞാൻ എന്താ പറഞ്ഞേ? എന്നെക്കാളും കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിരിക്കണം, സെറ്റിൽഡ് ആയിരിക്കണം. ഇതൊക്കെ എല്ലാവരുടെ ആഗ്രഹങ്ങളല്ലേ? ഇതൊന്നുമല്ല, വേറെ 100 കണ്ടീഷൻസ് നീ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിഡ്സ്. എന്താ കിഡ്സ് വേണ്ടേ? വേണം. ഒരു 30 വയസ്സിന് മുന്നേ വേണം. അത് എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല. ഇതുപോലെ കണ്ടീഷൻസ് ഒക്കെ സകല അവളമാരെ ഏതേലും അല്ലല്ലാതിരിക്കുന്നു വീഴും. അങ്ങനല്ല നീ കോളേജിലെ മറ്റേ എന്തായിരുന്നു അവന്റെ പേര്? എന്ത് ജോഷി? എബിൻ ജോഷി. ആ, എബിൻ ജോഷിക്ക് എന്ന് വീണത്? എടി അതാ പ്രായത്തിന്റെ അവൻ എന്റെ കെയറിങ് ഇഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ പൊട്ടപ്പുല്ലെന്ന് ഞാനും വിചാരിച്ചു. അല്ല പിന്നെ ശരി വാണസ്റ്റ് നമ്മുടെ റീനുവിന് ഒരു ചെക്കനെ കണ്ടുപിടിച്ചു കൊടുത്തേ. ഞാൻ ഈ ബിയർ ക്യാൻ താഴോട്ട് അറിയാൻ പോവാ. ഇതാരുടെ തലച്ചൊന്ന് വീഴുന്നോ അവനെ നീ കെട്ടും. കെട്ടണം. എടോ നിങ്ങളത് പരിപാടിയോടെ കാണിയത്. അതെ, ഏതോ കളവന്റെ തലയിലെ വേണമെന്ന് തോന്നുന്നു. കുറച്ച് മെച്ചൂരിറ്റി കൂടി പോയാൽ കുഴപ്പമുണ്ടോ? ഞാൻ ഈ ഏട്ടി റൂർക്കിയുടെ മതിലയാടി എന്നിട്ട് നിന്റെ ഹോസ്റ്റലിന്റെ മുമ്പിൽ ഒന്ന് നിന്ന് റൂമിൽ കയറി. എന്നിട്ട് എന്താണ് സ്ഥിരം ചെയ്യാറുള്ളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? സച്ചിൻ കിടപ്പുണ്ടെന്നാടാ അവൾ ഒളിഞ്ഞേക്കും. പിന്നല്ലാണ്ട് അവനെ കേൾപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ എന്നാ പിന്നെ സച്ചിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പോയാ പോയി. According to the problem, his expenditures and savings are 60 and 40 respectively. Vishal, വാർഡിനില്ലേ അപ്പണ്ടി? സച്ചിൻ സാർ, താനാരാണ് കാതൽ കൊണ്ടേലിന് തനുഷ ക്ലാസ്സിൽ കിടന്നുറങ്ങാൻ? തന്റെ വീട് ആലുവയിലല്ലേ? അപ്പൊ അവിടെ കിടന്നുറങ്ങിയാ പോരെ, ഇങ്ങോട്ട് എന്തിനാ വന്നത്? അല്ല, ഇന്നലെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല സാറേ. രാത്രി കക്കാൻ പോയാ? അതല്ല, കട്ടിൽ അവൻ്റെ കയ്യിലായിരുന്നു. കട്ടില? എടോ തന്റെ കൂർക്കം വലിയ കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. എന്റെ ഫോക്കസ് പോണ്. സോറി. കൂർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റോ? ഒന്ന് ഉറങ്ങിക്കോ. നൊസ്റ്റാൾജി വന്നട്ടെ. Everybody listen. No one sleep in my class except Sachin. കിടന്നോ? നിനക്ക് എൻ്റെ കൂടെ റൂമിൽ വന്നിരുന്ന് പഠിച്ചാൽ എന്താണ്? സച്ചിനെ, നീ ഇത്ര ഉഴപ്പാണെന്ന് അറിഞ്ഞിരുന്ന നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നു കേട്ടാ. പൈസ വിളിച്ചോണ്ടിരിക്കുകയാണ് എന്നെ ചെന്നൈയിലേക്ക്. ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ചെന്നൈ പോയാലോ എന്ന് ആലോചിക്കണം. UK പോണവരെ ഞാൻ അവിടെ കൂടാം. എടാ, നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യും. നീ എന്നെ നോക്ക്. ഞാനൊക്കെ ഒറ്റ ഗോളുമായിട്ടാണ് മുമ്പോട്ട് പോണത്. ആ ഒറ്റ ഗോൾ എന്താന്ന് എനിക്കറിയാം. IIT റൂർക്കിയുടെ മതിലിയാടി അവളുടെ കിടപ്പറയൊക്കെ താനല്ലേ. എടാ, നീ മൊത്തം കേൾക്കാറുണ്ടാ? പിന്നല്ലാണ്ട്. മനുഷ്യൻ കിടക്കണ സമയത്താണ് ഒരുമാതിരി കോണ. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്കതിലൊരു ഭാവി ഉണ്ട് ട്ടോ മോനെ. നീ അവളെ കുണുവാവേന്നാണല്ലോ വിളിക്കുന്നത്. എടാ, അത് ഞാൻ കിടന്ന് പിണയാണ്ട് കഴിക്കത്. അടടടാ, എങ്ക സാപ്പിട്ടാലും എന്റെ കയ്യന്തി ഭാവം മാത്രം വരുമാ? ഒന്ന് പോ സാറേ. ഒന്ന് കണ്ട തെലുങ്കന്മാരെ ഹിന്ദിക്കാരുടെ മുമ്പിൽ മനുഷ്യനെ നാണം കെടുത്തിട്ട് ഇപ്പൊ കമ്പനി അടിക്കാൻ വന്നേക്കണം. എടാ, ക്ലാസ്സിൽ ഞാൻ ഒരു കർക്കശക്കാരനായ അധ്യാപനം ഇവിടെ നിങ്ങളുടെ സുഹൃത്താന്ന് നിനക്കറിയില്ലേ? ഞാൻ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോണു സാറേ. നല്ല തീരുമാനം. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന്. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നോട്ട് പറയായിരുന്നേണ്. അടുത്താഴ്ച കല്യാണത്തിന് വരൂലേ? ഫുഡൊക്കെ നമ്പറിന് വെച്ചേക്കണേന് വേസ്റ്റ് ചെയ്യാൻ പറ്റൂല. നോക്കിയോ? എടാ, നമുക്കിതിന്റെ കല്യാണത്തിന് പോയാലോ? നിനക്ക് വല്ല പ്രാന്തുണ്ടാ? അത് ആന്ധ്രയിലെറ്റാണ്. ഈ ചൂടത്ത് ബസ്സും കയറി വെറുതെ. ഒരു കാര്യം ചെയ്, ബസ്സൊന്നും വേണ്ട, ഞാൻ വണ്ടി ഒപ്പിക്കാം. വണ്ടിയാ? ഏത് വണ്ടി? ഞാൻ ഒപ്പിച്ചോളാം. എങ്ക സാപ്പിട്ടാലും എന്താ കയ്യന്തി ഭാവം മാത്രം വരുമാ? ഓക്കെ, ഇനി പറ.
കാർത്തികയ്ക്ക് ഒരു ഓപ്ഷൻ തന്ന ഈ ടീമില് ആരെ കൊല്ലും, ആരെ ബ്രദർ ആക്കും, ആരെ കല്യാണം കഴിക്കും? ഓക്കെ, ഐ വിൽ കിൽ സുബിൻ. കാർത്തു. Adi will be my brother and I will marry Vignesh. Reenu, it's your turn. I'll kill Subin for sure. I'll choose Srini as my brother and I'll marry no one. ആരുടെങ്കിലും ഒരാളുടെ പേര് പറയണം. അങ്ങനെയാണെങ്കിൽ I'll marry Adi. നല്ല ബെസ്റ്റ് ഓപ്ഷൻ. ആദി പുരുഷ്. Did I miss something? റീനുവിന് നിന്നെ കല്യാണം കഴിക്കണം പോലും. അയ്യോ ചുമ്മാ പറയുന്നയാ. ഇവിടെ ഒരു ഗെയിം ആയിരുന്നു, എന്ത് കില്ല് മാരി എന്നൊക്കെ പറഞ്ഞു. ഗെയിമാ? നിന്റെ എല്ലാ കണ്ടീഷൻസിനും പറ്റിയ ആളല്ലേ അതി, അല്ലേ? Come on guys, grow up. ഈ വീക്ക് ഡിപ്ലോയ്മെന്റ് ആണ്, അതാരും മറക്കണ്ട. I'm gonna wash my hands. കണ്ട ആദ്യക്ക് ഫീലായി. റീനുവിന് നിന്നെ കല്യാണം കഴിക്കണം പോലും. ഗായ്സ്, കളിയും ചിരിയൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ ശ്രാവണിയുടെ വെഡിങ്ങിന് ഇവിടെ നിന്ന് ആരൊക്കെ വരും, ആരൊക്കെ ഡയറക്റ്റ് അവിടേക്ക് വരും, ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് എനിക്ക് വേണം. അതനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീനു, യു വിൽ ഡു ഇറ്റ്. പിന്നെ ശ്രാവണി പറഞ്ഞിട്ടുണ്ട് അവളുടെ വെഡിങ്ങിന് തലേന്ന് നമ്മുടെ ടീമിന്റെ വക എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണമെന്ന്. ഞാനൊരു പരിപാടി തട്ടിക്കൂട്ടിയിട്ടുണ്ട്. സമയമുള്ള പോലെ നമുക്ക് റിഹേഴ്സ് ചെയ്യാം. അതെന്ത് പരിപാടി? ദേവരാജ് 2.0 എന്ന് വെച്ചാ എവിടെ അത് കൃഷ്ണന്റെ ജീവിതകഥയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നൃത്തശില്പം. അപ്പൊ ഇയാൾ ശ്രീകൃഷ്ണനും ഞാൻ കംസനും ആയിരിക്കും അല്ലയോ? കമോൺ സുബിൻ, പിന്നെ താൻ കൃഷ്ണൻ ഞാൻ കംസനാവൂ? അട്ടർ മിസ്കാസ്റ്റിംഗ് ആയിരിക്കും അത്. ആളുകൾ പോവും. റീനു, പ്രാക്ടീസിന്റെ കാര്യം മറക്കണ്ട. മെയിൻ ഗോപിക താനാണ്, കൃഷ്ണന്റെ രാധ. ഓക്കെ. നാം ഒരു നാൾ കിനാക്കുടിലിൽ ചെന്നണയുമിരുനിലാവലയാ. ആദ്യം സൂപ്പറായിട്ട് പാടുന്നുണ്ടല്ലോ. ആദിക്ക് എന്ത് കഴിവായിട്ടില്ലാത്ത? എല്ലാ കഴിവുണ്ട്, വെള്ളം അടിക്കാനുള്ള കഴിവ് മാത്രം ദൈവം കൊടുത്തില്ല. വാള് വെക്കും. കമോൺ സുബിൻ, കുതിരയ്ക്ക് കൊമ്പോടിക്കില്ലല്ലോ. ഞാനെന്നേരം മദ്യവെച്ചിട്ടില്ല കേട്ടോ, ഇവൻ വെറുതെ പറയുന്നതാ. അപ്പോ നമ്മളെവിടെ നിർത്തിയേ? ശൂലം പറയണ നമ്മുടെ കൊട്ടിക്കോലം തുള്ളും താളം വീരമൊഴിയുടെ കൊട്ടിക്കേ. కంగ్రాచులేషన్స్. హలో, థ్యాంక్ యూ. మన అమ్మాయి శ్రావణి ఉంది కదా, అమ్మాయి వాళ్ళ ఫ్రెండ్స్ సిటీ నుంచి వచ్చారు. సిటీయా? సిటీ అంటే హైదరాబాద్ నుంచి. వెళ్ళండి వెళ్ళండి. ఈ విగ్రహం ఎవరిది తాతయ్య? ఈ విగ్రహం ఎన్నో ఏళ్ల క్రితం నుండి ఇక్కడే ఉంది. ఎవరు పెట్టారో తెలియదు. అంత క్రితం ఉన్న వాళ్ళు పెట్టుండొచ్చు. అది సరే గాని ఇంకా మీ వాళ్ళు ఎవరైనా రావాల్సి ఉన్నారా? ఇంకా ఎవరు లేరు. എടാ തിരിഞ്ഞോക്കാൻ പേടി. അവിടെ എത്ര വീട് നോക്ക്. ഞാൻ നോക്കൂല. ഭാഗ്യ പ്രതിമയ്ക്കൊന്നും പറ്റില്ല തോന്നുന്നു. പ്രതിമ മേടിച്ച ദൈവമേ, കണ്ണി കണ്ടവന്റെ വണ്ടിയാണ്. ശർവാണി ഇട്ട് കിടന്ന് നിരങ്ങുമല്ലോ. അതി നീ പറയുന്നോ? അതി ഒരു കൂട്ടം വരുന്നുണ്ടല്ലോ. പെട്ടിക്ക്. എടാ പണി പാളി. ഓ, മലയാളികളാണല്ലേ? ഇങ്ങോട്ട് ഇറങ്ങടാ.
എടാ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ഓടിക്കരുത്, മനസ്സിലാടാ ഇഡിയറ്റ്സ്. ചേട്ടാ ഒന്നും പറ്റാത്തതിൽ സന്തോഷിക്കല്ലേട്ടാ വേണ്ടത്. ഓഹോ എടാ പ്രതിമ എങ്ങനെ തലവണി ഞാൻ ചത്തു വരുന്നെങ്കിലോ? എന്റെ കാര്യം പോട്ടെ, ശ്രാവണിയുടെ മുതുമുതു മുത്തശ്ശൻ മിസ്റ്റർ പുലിവാൽ ദേവന്റെ പ്രതിമയാണത്. അദ്ദേഹത്തിന്റെ ഏക ഓർമ്മ. എടാ അവരിനി എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം കാണും? ఎవడ్రా మీరు అది ఈ నా కొడుకుల్ని పోలీసులే పట్టిద్దాం. అది పిలు పిలు పోలీసుల్ని పిలు పోలీసుల్ని. ശോഭി സാറിന്റെ സ്റ്റുഡന്റ് ഞങ്ങൾ കല്യാണം കൂടാൻ വന്നു. പ്ലീസ് ചേട്ടാ ഒന്ന് പറയട്ടെ. കല്യാണം കൂടെ ഇങ്ങനെയാണോ പറഞ്ഞത്? వదిలేనా వాళ్ళు పెళ్లి చూడటానికి వచ్చిన వాళ్ళు, మన అతిథులు, పెళ్లి కొడుకు తరపున బంధువులు కూడా. ఏం అవలేదు కదా, వదిలేనా. താങ്ക് യു അപ്പൂപ്പ. ആദി റീനു, കണ്ടില്ലേ ഇവരെന്നെ കൊല്ലാൻ നോക്കി വണ്ടി അടിച്ച്. ഞാനിപ്പോ ചത്തുപോയനെ. ഇല്ല ഞങ്ങളത് മനഃപൂർവ്വം. എവിടെ നോക്കിട്ടാണോ വണ്ടി ഓടിക്കുന്നേ? തന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവ് പോലെ ഉണ്ട്. ആക്സിഡന്റലി പറ്റിയതല്ലേ, പോട്ടെ. മലയാളികളല്ലേ അവര്. റീനു, മലയാളികളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര്. ആദി വിട്, അവരൊന്നാമത് പേടിച്ചായിരിക്കുന്നേ. ഇതിൽ കൂടുതൽ സീനാക്കട്ടെ. വന്നേ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. വന്നേ വന്നേ. അവനെന്നെ അറിയില്ല, എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. എന്ത് കരഞ്ഞു കാല് പിടിക്കോ? ആ വൃത്തിയട്ടോൻ എന്നെ പിടിച്ചിടിച്ചേനാട് ഇപ്പോ. ഇവനെന്താ ഇത്ര ചൂടായത്? ആർക്കൊന്നും പറ്റിയില്ലല്ലോ, എല്ലാരും ചാടി രക്ഷപ്പെട്ടില്ലേ? എന്ത് പരിപാടിയാണ് കാണിച്ചത്? സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ആയിരിക്കും. ഇത് ഫോർമാലിറ്റി, കല്യാണം വിളിച്ച് അപ്പൊ തന്നെ കെട്ടിയെടുക്കാണ്. അത് ശരി, എന്നാ ഞങ്ങള് തിരിച്ചു നോക്കോളാം. ആ പെട്രോൾ കാശും കിട്ടുക 3000 രൂപ കൊടുക്ക്. തമാശ പറയാനും പറ്റൂലേ? നിങ്ങളൊന്ന് പോണ്ട, ഞാൻ ഇവിടെ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ എന്റെ ഹൽദി ഉണ്ടെന്ന് അതൊക്കെ കണ്ടിരിക്കേ പ്ലീസ്. അതെ, ഞാൻ പോയിന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. തിരിച്ചിടുമ്പോഴേക്കും പന്തലൊന്നും നശിപ്പിക്കരുത് പ്ലീസ്. എന്താണ് സാറേ? എന്തായാലും നമ്മൾ വന്ന് നന്നായല്ലോടാ. എന്ത് നന്നായി? വന്ന വഴിക്ക് തന്നെ ആ പ്രതി മേടിച്ചിട്ട് ആകാലമ്പായി. ഓ വേറെ ഒന്നും നടന്നിട്ടില്ല. വേറെന്ത് നടക്കാനാ? എനിക്ക് അവളെ കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായടാ. അങ്ങോട്ട് തുറന്ന് സമ്മതിക്ക്. സിംഗിളായ മതിയായിരുന്നു. അതവള് സിംഗിളാണ്. അങ്ങനെ മനസ്സിലായി? അവളുടെ കണ്ണ് കണ്ടാലറിയാം. കണ്ണ് കണ്ടല്ലോ? അങ്ങനെ കണ്ണ് കണ്ടാലറിയാടാ. അല്ലടാ, ഞാൻ സീരിയസ് ആയിട്ട് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കലാണ്, എങ്ങനെയാണ് ഈ കണ്ണ് കണ്ട് പിടിക്കുന്നത് സിംഗിളാണെന്ന്? ഇത് വല്ലാത്ത തൊന്തരവായത്. എടാ കണ്ണ് കണ്ടാലറിയാടാ. അത് പണ്ട് മുതലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നീ ഹൽദിയാണ്. എന്റെ പൊന്നോ. సూపర్. నేను వెళ్ళొస్తాను, ఎవరైనా చూస్తే బాగుండదు. మీరు కానివ్వండి కానివ్వండి. Next we have a dance performance by our Austrian team. It's a traditional dance performance led by Reenu and her team. Let's give them a huge round of applause. നോട്ടവും കുസൃതിയും കോലക്കുഴൽ പാട്ടിലെ
രാധികേ ഈ സംഗമം വനവല്ലിക്കൂടിൽ കണ്ടു കൊതിയോടെ അത് മുല്ലപ്പൂവായി നീളെ നീളെ വിരിഞ്ഞു. ഈ വാക്കുകൾ തേൻതുള്ളികൾ നീലത്തിങ്കൾ ബിംബം തൂകും അമൃതായി ഇന്ദ്രനീലരാഗച്ചെപ്പുകളിൽ നിറഞ്ഞു. യദുവലകം ഭോജി മുരളിയിലൂടാം ഞാൻ യമുനയിലോളം പോ സിരകളിലാടാം ഞാൻ. സുരഭിലരാഗം താനം നീയും ഞാനും പാടും നേരം സ്വർഗീയം സ്വയം പരമധുമയ മൃദുല ഹൃദയ കഥകളറിയ. എടാ അടുത്തത് നമുക്ക് കയറി പാടിയല്ലേ? വെഡിങ് ക്രാഷേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് മനസ്സിലായോ? റീനു സൂക്ഷിച്ചൊക്കെ ഇരുന്നോട്ടോ. ഈ മിർച്ചിയിലേറ്റൊക്കെ പൊട്ടിയപ്പോഴാ തലക്കൂടെ വീഴുന്നത് പറയാൻ പറ്റില്ല. ആദി റീനു, ഇറ്റ് വാസ് എ ജോക്ക്. വെരി ഫണ്ണി. എടാ താത്തയ്യോ നോക്കി വെള്ളാട്ടപ്പോക്കര് പോണ പോലെ ഉണ്ടല്ലോ. റീനു, റീനു, ഇതാണോ നിന്റെ ഹ്യൂമർ സെൻസ്? ഇഫ് യു ആസ്ക് മീ ടു റേറ്റ് യുവർ ഹ്യൂമർ സെൻസ് ഐ വുഡ് റേറ്റ് യു 0.5 ഔട്ട് ഓഫ് 10. കണ്ടാടാ, നല്ല നല്ല കോമഡികൾക്ക് ഇപ്പം പിള്ളേര് ചിരിക്കണ കേട്ടാ. എടാ നിന്റെ കോമഡിക്കൊന്നും അല്ല അവര് ചിരിച്ചത്. എന്നാ പിന്നെ നീ ഇത് പിടി മോനെ. ഇന്ന് ഷോബി സാറ് പറയണേ കാറ് കുളത്തിനടുത്ത് പാർക്ക് ചെയ്തുകൂടായിരുന്നു. എന്തിന്? എന്നിട്ട് വേണം നമ്മൾ വെള്ളം കുടിച്ച് ചാവാൻ. റീനു, ഒരു ഫ്രോഗ് മാരേജിന് ഒരു സ്റ്റോറി ഉണ്ട്, മുട്ടം കോമഡിയാ. എന്റെ പൊന്നത് ഞങ്ങൾ സ്കൂൾ ടൈമിൽ വിട്ടാതെയാ. Fine. I'm going to change. അയ്യോ ആദി ആദി ജെകെ ജെകെ കിഡിങ് നിങ്ങൾ ഞാൻ കൊണ്ടുപോയടാ അവൻ. അവരവിടെ ഇരിപ്പുണ്ട്, നീ ചെന്ന് കഴിച്ചോന്ന് ചോദിക്കി. അല്ല, അവര് കഴിക്കുന്നത് നമ്മള് കണ്ടല്ലേ. നീ എന്ത് പണ്ടാറോന്ന് ചോദിക്കപ്പോ. ഹായ്. ഹായ്. കഴിച്ചോ? ആ കഴിച്ചു. എന്താ നിക്കണേ? ബാ ഇരിക്ക്. നിങ്ങളുടെ പേരെന്താ? സച്ചിൻ, അമൽ. ഞാൻ റീനു, ഇത് കാർത്തിക. വന്നപ്പോ എന്തായിരുന്നു പ്രശ്നം? അല്ല, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒരാള് വട്ടം ചാടിയതാ. അപ്പൊ ഞാൻ പെട്ടെന്ന് പാനിക്കായി. ബ്രേക്കാന്ന് കരുതി ആക്സിലേറ്റർ കൂട്ടി. മറ്റേ എന്തേ പുള്ളി ആദ്യമാണോ? പുള്ളി താത്തയ്യനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. വിളിക്കണോ? അവിടെ నిన్నోట. అది నేను స్కూల్ నుంచి వచ్చేటప్పుడు ఒకసారి కింద పడిపోయా. అయితే లేచేసరికి అందరూ వెళ్ళిపోయారు. అప్పుడు నేను వెళ్తా. గుడ్ నైట్. రేపు ఎక్కడికి వెళ్తున్నావు? అది അമൽ ഡേവിസ് ഒരു രസികൻ തന്നെ. അത്താഴം കഴിഞ്ഞ് എന്നും ഇതുപോലൊരു മുറുക്ക് പതിവുണ്ടോ? ഞങ്ങളത് നടാടയാ. നടയടിയാ? നടാടാ എന്ന് വെച്ചാൽ അവർ ആദ്യമായിട്ടാണ് ഡെബ്യൂ. ഓ, നിങ്ങളുടെ കാർ അടിപൊളിയാണല്ലോ. സ്വന്താ? അല്ല, അത് അമലിന്റെ കസിന്റെയാ. ഓ, അപ്പൊ ഹൈദരാബാദ് ഫുൾ ചുറ്റി കയറിയിട്ടുണ്ടാവല്ലോ. എവിടാ ഇവൻ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ചെന്നൈക്ക് പോലെ. അതെന്തുപറ്റി? അപ്പൊ ഇവിടുത്തെ ഗേറ്റ് കോച്ചിങ് ഒക്കെയോ? അല്ല, ഇവിടത്തെ കോച്ചിങ് ഒരു
സ്റ്റാൻഡേർഡ് ഇല്ല. ഞാൻ ചെന്നൈ പോയിട്ട് എന്തെങ്കിലും ഒരു ജോലി സെറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഹൈദരാബാദിൽ തന്നെ ജോലി സെറ്റ് ചെയ്യാൻ പാടില്ലേ? അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെയാ. പിന്നെ എനിക്ക് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് നിക്കാൻ വേറെ റീസൺ ഒന്നുമില്ല. അത് ശരിയാ, പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലെങ്കിൽ നിക്കണ്ടാത്ത നല്ലത്. പോയാലോ? എന്നാ ഞങ്ങള് കിടക്കാൻ പോവാ. നല്ല ടയർഡാ. നാളെ രാവിലെ കല്യാണത്തിനാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നെ സംസാരിക്കാൻ ഉന്തി തള്ളി വിട്ടിട്ട് നിന്റെ ഇവിടെ കിടന്ന് വൺ മാൻ ഷോ. എടാ നീയോ മിണ്ടള്ള, ഞാനും കൂടി മിണ്ടാണ്ടിരുന്നെങ്കിൽ ഐറ്റങ്ങൾ ഇതിൽ കിടന്ന് ഉറങ്ങിയാനെ. ഞാനേ ഇനി ഒരക്ഷരം മിണ്ടൂലട്ടാ. അമല അങ്ങനെ പറയലടാ. എന്താ എന്ത് എന്താടാ? അവരാണെങ്കി ഇതേ അങ്ങോട്ടേക്കാ പോയെ. ഇവനിത് എവിടെ നിന്ന് മേളിന്ന് വന്നോ? അതെ, ഇവര് ഊണ് കഴിഞ്ഞ് പോകാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. സുബിൻ വരെ ഇത് കഴിഞ്ഞിട്ട് അവരെന്തോ മലയോ അമ്പലോ അങ്ങനെ എന്തൊക്കെ കാണാൻ പോണ്ടെന്ന്. അതൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി കുടുങ്ങി ഹൈദരാബാദ് എത്തുമ്പോൾ നേരം വിളിക്കും. ആദ്യം ഇല്ലാന്ന്. ആദ്യം ഇല്ലേ? ഇല്ല. ആദ്യം ഞങ്ങളോട് തിരിച്ചു വരുന്നില്ല. ഓ സോറി, ഞാനത് പറയാൻ മറന്നുപോയി. എനിക്ക് അത്യാവശ്യമായിട്ട് വിശാഖപട്ടണം വരെ ഒന്ന് പോകണം. അവിടെ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു തെങ്ങും തോപ്പ്. സോ അവിടെ വളവടിയിൽ നടക്കുകയാണ്. ഞാൻ ചെല്ലാൻ ഏറ്റവും ആദ്യം ഇല്ലാത്തോണ്ട് സുബിന്റെ താണ്ഡവായിരിക്കും വണ്ടിയില്. സത്യം. ആദ്യം പപ്പടങ്ങ This girl is really funny, huh? Uncle, eat, huh? എന്റെ മോനെ സ്വന്തം മോളുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വിഷമം ഉണ്ടാവില്ല നിന്റെ മുഖത്ത്. ഇല്ലടാ, റീനുവിനെ കണ്ടൊന്നും യാത്ര പോലും പറയാൻ പറ്റിയില്ല. എടാ അവിടെ മാരത്തോൺ കൈ നോട്ടണം നടന്നുകൊണ്ടിരിക്കണത്. റീനുവിന്റെ കൈ നോക്കി ലക്ഷണം പറയുന്നു, മുഖം നോക്കി ലക്ഷണം പറയുന്നു. അതിന്റെ ഇടയിലോട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ. നമുക്ക് പോവാം. അങ്ങനെ ആദ്യം കഴിഞ്ഞു. ഇതെന്ത് പഴോ? എവിടെ നിന്ന് അടിച്ചു നോക്കിയതാ? പഴം കാക്കാൻ നീ എന്ത് കൊരങ്ങനാ? പോണ വഴിക്ക് കഴിക്കാ, ബാക്കിലോട്ട് വെക്കും. അമലേ, എടാ പോവാണോ? ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങളും കൂടെ വരട്ടെ. എങ്ങോട്ട്? ഹൈദരാബാദിലോട്ട്. അതിനിപ്പോ എന്താ, വായോ ഒരുമിച്ച് പോവാലടാ. റീനു എന്തേ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. ഒരു 10 മിനിറ്റ് ഞാൻ റീനു. വൈകരുത്, പോയിട്ട് വേറെ പരിപാടികളാണ്. വൃത്തിയിട്ടോലെ നീ എന്ത് തെണ്ടിത്തരോ കാണിച്ച് ജാടറിനാടാ തെണ്ടി. ഇല്ലടാ, ഞാൻ നിന്നെ പോലെ വായിന്ന് വെള്ളം ഒഴുക്ക. ഇതൊന്നും നമുക്ക് പുത്തരിയല്ലെന്ന് അവർക്ക് തോന്നണം, എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ. പിന്നെ 10 മിനിറ്റ് അല്ല അരമണിക്കൂറായാലും നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ. അരമണിക്കൂർ അപ്പൊ ബാക്കിയാ? നോ വേ, നോ വേ, നോ വേ. ആദ്യം ഞങ്ങൾ ഓൾറെഡി ടയേർഡാണ്. പെട്ടെന്ന് വീട്ടിലെത്തണം. ഇനി ലേറ്റ് ആവാൻ പറ്റത്തില്ല. അതാ എന്റെ പൊന്നറിയുന്ന പൊട്ട വണ്ടിക്ക് ബ്രേക്ക് പോലും ഇല്ല. അല്ല, ഞാൻ ഇന്നലെ ഒരു അരമണിക്കൂർ മാറിയപ്പോ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? എനിക്കാണെങ്കിൽ വിശാഖപട്ടണത്ത് വളവടിയിലും ആയിപ്പോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നിങ്ങളോട് വരാം. എന്റെ പൊന്നാതി ഇത്ര സീനാക്കേണ്ട ആവശ്യം എന്താണ്? എനിക്കാണ് ചെന്നിട്ട് ലോഗ് ചെക്ക് ചെയ്യാനുള്ളതാ. റീനു എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൂടെ പോകാൻ പറ്റില്ല. നിങ്ങൾ ശ്രീനിയുടെ സുബിന്റെ കൂടെ പോയാൽ മതി. റീനു, ഡോണ്ട് ബി അപ്സെറ്റ് യാർ. ശരിയാണ്, ഒരു പുരുഷൻ പറഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടവളല്ല സ്ത്രീ. ഓഫ് കോഴ്സ് ഇറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് ഈ ട്രിപ്പിന്റെ ലീഡർ നിലയ്ക്ക് നിങ്ങളുടെ സേഫ്റ്റി ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. റീനുവിന് അത്രയ്ക്ക് യു ഷോ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ബട്ട് ബിഫോർ ദാറ്റ് പയ്യടെ കേട്ടാ ഇവനാള് ശരിയല്ലട്ടാ. നമ്മളാരും ശരിയല്ല. സെൻഡ് യുവർ ലൈവ് ലൊക്കേഷൻസ്. I'll be tracking you. ഓക്കേ. പിന്നെ ഓരോ 1 അവറിലും ടെക്സ്റ്റ് മെസ്സേജ് അയച്ച സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. ശരി. ഗുഡ്. ഓക്കെ. ഒരു ട്രിപ്പിന്റെ ലീഡർ ആയാലുള്ള ഉത്തരവാദിത്തങ്ങളെ. ആദ്യം ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ പൊക്കോട്ടെ. Hey, move. എടുക്കടാ. ആദി ബൈ ബൈ ബൈ. Bye girls.
കുറച്ചേരം കൂടി നിന്ന് നിർത്തി അവനും കേറിയിരുന്നേനെ. മണ്ണഞ്ചാരി നിന്ന പെണ്ണും കൊണ്ടുപോയല്ലേ? വാട്ട്? അല്ല, വണ്ടി മണ്ണും പൊടിയൊക്കെ പറത്തിയാണ് പോണേന്ന് പറഞ്ഞത്. അമൽ ഡേവിസേ, എടാ ഈ റൂഫ് ഒന്ന് ഇടുവോ? അങ്ങനെ വെയിലുള്ളത് പോവായിരുന്നു. അയ്യോ, അത് പറയാൻ വിട്ടുപോയി. ഇതിന്റെ റൂഫ് ജാമാ, വെയിലുള്ള. അത് ഹൈദരാബാദ് എത്ര വരെ ഇങ്ങനെ പോണോ? എടാ എന്നാ സ്പീഡിലെങ്കിലും പോവും. അയ്യോ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നല്ലേ പ്രമാണം? എന്നാ എന്റെ പ്രമാണം അങ്ങനെയല്ല. അമൽ ഡേവിസെ, ഞാൻ ഓടിച്ചോട്ടെ കുറച്ചു നേരം? ഇവൻ ആളിത്തിരി പെശക, കയ്യില് നിക്കില്ല. അത് സാരല്ല, ഞാൻ ഒതുക്കിക്കോളാം. സൈഡാക്ക്. സോറി റീനു, ബ്രേക്കേ കുറച്ച് കുറവാട്ടോ. അത് ചവിട്ടുമ്പോ ശ്രദ്ധിച്ചാ മതി. പാനിക്കാവൊന്നും വേണ്ട. പേടിക്കണ്ട അമൽ ഡേവിസെ. പേടിയില്ല, രസമല്ലേ? ഇത് കൊള്ളാലോ. അല്ലേടാ? बड़ी मोटर गाड़ी ले है, किलोमीटर राइड ले है, गली गली छुट्टी डूम सिटी बॉर्डर कर ले, मिनी कूपर पारेंगे है, सीनी सुपरस्टार रेंगे है, सेरी सेरी सुना लूं, वेरी वेरी लॉन्ग जर्नी. कोटी पगरेश्वरी मिनी महारानी गली बोरी बोरी वेइले चिल विरुदुगल पल वीलुगली कथ एळुदुगयाई परवशवधया. എവിടെയാടാ കൊണ്ട് നിർത്തി? കണ്ടത്തിന്റെ അടുക്ക. ഇത് ഞാൻ വെട്ടി തെളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ, ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം. അന്ന് നോക്കാം. ഇനി കുറുക്ക് വഴിയൊന്നും വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാം ഇനി വണ്ടി. മെനി 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 മേനി നടിക്കണു കൂടി നടക്കണി, വരി വരി വരിലേനതിരിക്കണതെന്ത് മെനക്കേടേ. സാരെ മേരെ മേരെ ആകെ പീछे भी हम तारों जैसे रातों में से आए चारों ही. പാതിരാവിലെ പാരിജാതമേ പാകലാക്കലെന്നെ ഒരു ഫെയറി ടെയിൽ ഫയറി പെണ്ണു ഡ്രൈവിംഗ് സീറ്റിലേറി റോഡ് മാറ്റി ചെറു മോഡലായ ചില റോഡിലായ പോലെ ഈ പേരിൽ നാലും പോരും നേരം ലോകം ചുമ്മാ പിന്നാലോടും. 2000 ആയല്ലോടാ കൊടുത്തത്? എടാ ഞങ്ങൾ കൊടുക്കാം. കുഴപ്പമില്ല. ഭയ്യ 2000 ലാഭമായി. मोटर गाड़ी ले है, किलोमीटर राइड ले है, गली गली छुट्टी डूम सिटी बॉर्डर कर ले, मिनी कूपर पारेंगे है, सीनी सुपरस्टार रेंगे है, सेरी सेरी सुना लूं, वेरी वेरी लॉन्ग जर्नी. നീ അവളെ ചേഷ്ടകളൊക്കെ ഒന്ന് ക്യൂട്ടായിട്ട് വാച്ച് ചെയ്തേ. ബാക്കി എന്താ? നത്ത് നോക്കണ പോലെ നോക്കാനല്ല പറഞ്ഞില്ല. നിനക്കെന്റെ റൊമാൻറ്റിക് അറിയില്ല. എന്തുന്നാ അതിലേക്ക് നിർണ എന്തു നീ കാണിക്കണത്? ഇതല്ലെങ്കിലേ അവന്മാര് ബാക്കി വന്നത് വേറെ ആൾക്കാർക്ക്. बड़ी मोटर गाड़ी ले है, किलोमीटर राइड ले है, गली गली छुट्टी डूम सिटी बॉर्डर कर ले, मिनी कूपर पारेंगे है, सीनी सुपरस्टार रेंगे है, सेरी सेरी सुना लूं, वेरी वेरी लॉन्ग जर्नी. എടാ, നമ്മൾ ഈ സ്ഥലത്തേനും പോകുന്നുണ്ടോ? എന്തോന്നാടി അമ്മ ചിരിച്ചു മനുഷ്യന്റെ വയറ് വരെ എടുക്കുന്നു. എന്തൊക്കെയായിരുന്നു കൊറേയൊക്കെ ഞാൻ മറന്ന്. അമൽ ഡേവിസ് ഒരു രക്ഷയില്ല കേട്ടോ. രക്ഷയില്ലെന്ന് വെച്ചാ? എന്ന് വെച്ചാ അവൻ കൊള്ളാന്ന്. എടി എടി പെണ്ണ, നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചേക്കുന്നു കേട്ടോ. നീ ഒന്ന് പോയേ. ചായ കുടിച്ചോടാ. മനസ്സ് ആളൊഴിഞ്ഞ പൂരപ്പുറം പോലായിപ്പോയി.
ഏതാ പെങ്കൊച്ചിനെ ആലോചിച്ചിട്ടാണാ? ഇതാരോടും പോയി പറയലട്ട, ആൾക്കാർ ചിരിക്കും. എന്തിന്? എടാ അതൊന്നും നടപടിയാവൂല. ഒന്നാമത്തെ നീ വിചാരിക്കണ പോലത്തെ ഒരു പെങ്കൊച്ചല്ല അവള്. പിന്നെ മറ്റവനാദി അവനായിട്ട് അവള് റിലേഷൻഷിപ്പിലാന്ന് തോന്നുന്നു. അതെന്താ? എടാ നീ ഇന്നലത്തെ ഡാൻസ് കണ്ടില്ലേ? ആ 3 പേരുള്ളതില് ആരായിട്ടായിരുന്നു അവൾ കൂടുതൽ ഇന്റിമേറ്റ്? എടാ അത് റീനു ആയിരുന്നില്ല മെയിൻ ഗോപിക. ശരി, അവനെ വിട്. അവളെന്താ കാണിച്ച്? അവളെന്താ കാണിച്ച്? ഏത് കുലക്കാമ്പോജി കണ്ടു കഴിഞ്ഞാ അറിയാ അവര് വെറും ഫ്രണ്ട്സ് അല്ലാന്ന്. എടാ അവള് ക്യാരക്ടർ ആയതാണ്. എടാ അതൊന്നും അല്ല, അവര് തമ്മിലെല്ലാം നടന്നിട്ടുണ്ട്. ഡാടാ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ യദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. നീ മറ്റൊന്ന ചെന്നൈക്കോ അല്ലേ ടിക്കറ്റ് എടുത്ത് തരട്ടെ? ഞാൻ ചെന്നൈക്കും പോണുള്ള ഒരു മറ്റിടത്തേക്കും പോണുള്ള, രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആഹാ ഡാടാ മോനെ അടങ്ങ്. നീ ഇന്നലെ അവള് പറഞ്ഞത് ശ്രദ്ധിച്ചാ? ഇവിടെ നിൽക്കാൻ റീസണിലായി പോകുന്നതാണ് നല്ലതെന്ന്. അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. എന്തർത്ഥം? ഇവിടെ നിൽക്കാൻ റീസൺ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിക്കണം എന്നല്ല അവൾ ഉദ്ദേശിച്ചത്. പക്ഷെ എന്റെ മോനെ, നീ പെമ്പിള്ളേര് പറയണ കോഡ് ഭാഷ ഡീകോഡും ചെയ്തിട്ട് അതിനൊക്കെ ഒരു അർത്ഥം കണ്ടുപിടിക്കല്ലേട്ടാ. എനിക്ക് മുമ്പ് പറ്റിയിട്ടുള്ളതാണ്. എന്തായാലും റീനുവിന്റെ ഹൈദരാബാദ് വിട്ട് ഇനി എനിക്ക് പോവാൻ പറ്റുമെന്ന് തോന്നണല്ലോ അമൽ ഡേവിസേ. പ്രേമം മനുഷ്യന്റെ അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി ആക്കും. എടാ മണ്ട, വണ്ടി എടുക്ക്. എങ്ങോട്ട്? കൊക്കയിലേക്കാ? എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്ക്. തൈര് റിവേഴ്സ് ചെയ്യാൻ എടുക്കും. ശമ്പളത്തിന് 10,000 റെന്റ് പോയി കഴിഞ്ഞാൽ പാലിന്റെ ബില്ല്. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഗേറ്റ് കോച്ചിങ് കണ്ടിന്യൂ ഉണ്ടോ? ഗേറ്റ് കോച്ചിങ് ഒന്നും ഇല്ല. ആദ്യം ഒരു ജോലി. എന്ത് ജോലി? നിന്റെ മറ്റേ കസിൻ ഇല്ലേ തോമസ്, അവന്റെ അമ്മ മേരി ആന്റി. പുള്ളിക്കാരിക്ക് ഇവിടെ ഒരു ഫ്രൈഡ് ചിക്കന്റെ ഷോപ്പില്ലേ? നീ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുമല്ലേ? പോയടാ, അമ്മ ആന്റിയെ കൊടുക്ക തുടക്കാണ്. ഇനി നിനക്ക് വേണ്ടി അവിടെ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് വീട്ടിലറിഞ്ഞിട്ട് വേണം എനിക്കൊരു വാളെടുക്കാൻ. എടാ നാട്ടിൽ കിടക്കുന്നത് നിന്റെ അമ്മ ഇത് എങ്ങനെ അറിയാനാണ്? നീ ആ കേസ് വിട്. പിന്നെ ശരി, നിനക്ക് ജോലി കിട്ടി. എന്നിട്ട് നിനക്ക് ഇന്നലെ അവള് പറഞ്ഞത് ഓർമ്മയില്ലേ? അവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് PG ഒക്കെ റീസണബിൾ ആയിട്ട് കിട്ടുമെന്ന്. നമുക്ക് അങ്ങോട്ട് മാറാം. ഞാനത് ഫിക്സ് ചെയ്തു. ഇതിനൊക്കെ ആര് റെന്റ് കൊടുക്കും? നീ ഇപ്പൊ കൊടുക്കുന്ന എന്നെ കൊടുത്താൽ മതി, ബാക്കി ഞാൻ ഇട്ടോളാം. എന്റെ അമ്മേ, ജോലി കിട്ടണേന് മുമ്പ് ഇങ്ങനെ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിടക്കാൻ നല്ല വൃത്തിയുള്ള ഒരു റൂം, പിന്നെ 2 കട്ടില്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നിനക്ക് പിന്നെ പഠിക്കാൻ പോകാനും എളുപ്പമാണ് അവിടുന്ന്. നീ പഠിക്കാൻ പോകുന്നു, ഞാൻ പണിക്ക് പോകുന്നു. പിന്നെ ഒഴിവ് സമയങ്ങളിൽ ഞാനും റീനും കൂടി വിഹരിക്കുന്നു. ബാക്കിയെല്ലാം ഓക്കെ. ലാസ്റ്റ് പറഞ്ഞത് നടന്നു തന്നെ. മാത്രമല്ല ഈ കേസും പറഞ്ഞ് ഇന്ന് അവൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് കൂടാ. എപ്പടി നാണോ? നോക്കട്ടെ. നോക്കട്ടെന്നാ? ഇല്ലടാ, ഞാൻ നിന്നെ നാളെ തന്നെ ഫ്രൈഡ് ചിക്കന്റെ മാനേജർ ആക്കാം. നോക്കാണ്ടു. പിന്നെ ഇവിടെ ഒരു രൂപ കോയിൻ ഉണ്ടായിരുന്നല്ലോ. കോയിനാ? അതെന്തിനാണ്? ടോസറിന്റെ ഞായറാഴ്ച അല്ലേ? ടോസ് അമല, നീ കോയിൻ അവിടെ വെച്ചേ. എന്നിട്ട് കയറി കിടന്നേ. ഇതൊക്കെ പോങ്ങിടും. കിടക്ക്. അയ്യേ, അല്ല പോയി കിടന്നു തുടങ്ങിയടാ. ഗുഡ് നൈറ്റ്. ഈ ജോലി ടെമ്പററി ആയിട്ടാണെന്ന് നീ പറയണ്ടാ. ഇത് നിന്റെ പാഷനാണെന്നാണ് ഞാൻ മേരി ആന്റിനോട് പറഞ്ഞേക്കണത്. പാഷനാ? ബൈ. അതെ, മേരി ആന്റി ബോല. ഒറ്റ മിനിറ്റ്. സൂക്ഷിച്ചും കണ്ട് നിക്കണം. ഇവിടെ ഓരോ ചിക്കൻ പീസിന് കണക്കുള്ളതാണ്. പോണവിടെ ബൈ. పోతున్నారా రండి నువ్వు ఇక్కడనే ఉండు సరేనా? നമ്മൾ താമസിക്കുന്നിടത്തെ PG വല്ലതും പരിചയമുണ്ടോന്ന് വെച്ചിട്ട് അമൽ ഡേവിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമൽ ഡേവിസ് പണി തുടങ്ങി. അയച്ചോട്. കാർത്തിക് ഒരു PGയുടെ നമ്പർ അയച്ചിട്ടുണ്ടല്ലോ. ഒഴിവുള്ളപ്പോ പോയി നോക്കാം. അതെ, വീട്ടിൽ ചെന്ന് ഞാൻ പഠിക്കാൻ പോവാണ്. കമാന്നൊരു അക്ഷരം നിന്റെ വായിന്ന് വരരുത്. വല്ല പാട്ടും കേട്ടിരുന്നോളാം. സോ ഗായ്സ്, വളരെ കാലമായിട്ട് ഈ കമ്പനിയിലെ ഗേൾസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഇവിടെ നിന്ന് പോയി തന്നാൽ മാത്രം മതി. സോ പെപ്പർ സ്പ്രേ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ഡിഫൻസ് മെറ്റീരിയൽ ആണ്. എതിരാളിയുടെ കണ്ണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി, അവൻ നിലം പരിസരം. വിഘ്നേഷ്, ഡിസ്ട്രിബ്യൂട്ട്. റേനു, ക്യാച്ച്, എൻജോയ്.
നമുക്കൊന്നും ഇല്ലേടെ പെപ്പർ സ്പ്രേ. തനിക്ക് എന്താണോ പെപ്പർ സ്പ്രേ? ഓംലെറ്റിൽ അടിച്ച് ചുരുട്ടി തിന്നെ. എന്തൊക്കെ ചോദ്യങ്ങളാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ആദി ജേക്കേടാ. ജസ്റ്റ് കിഡി. तुकाई को शाबाश बोले, गिलास को गिलास बोले, विराट बोले काराट बोले, लोरी को तू ताराट बोले. കഹാനിയെ തുടങ്ങിയേ പ്രതീക്ഷകൾ വാനോളം, ചേരാവനി വേണ്ടായി ദുരാഗ്രഹം. नो स्मोकिंग, नो ड्रिंकिंग, नो गर्ल्स. अन्ना वो कौन है? मेरा फादर. क्या करता है वो? हाँ മരിച്ചു ഉള്ളി. എടി നീ എന്റെ തോർത്ത് കണ്ടായിരുന്നോ? കാർത്തു, നീ എന്റെ തോർത്ത് എവിടെയെന്ന് ഓർത്ത് നോക്കടി കാർത്തു. എടി കണ്ടായിരുന്നോ? ഞാൻ കണ്ടൊന്നുമില്ല. അത് മിക്കവാറും നിഹാരിക എടുത്തോണ്ട് ഉണ്ടാവും. ഓ എന്റെ പൊന്നെ, അതൊന്നാ മറന്നേക്കാം. ഈ ആദ്യയുടെ ഒരൊറ്റ നിർബന്ധം കാരണം കേരള സാരി ആക്കിയത്. എന്നിട്ടിപ്പം നമ്മൾ തന്നെ കഴുകാൻ വേണം. അല്ല പിന്നെ ആദ്യം വന്ന് എഴുതി തരുമോ നിന്റെ സാരിയും ഇതൊക്കെ? എടി ഇത് ഇട്ടോണ്ടല്ലേ ഫസ്റ്റ് കിട്ടിയേ? ഏതിട്ടാലും ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാണ്. റീനു, നിന്റെ കോൺഫിഡൻസ് കുറച്ച് ഓവറാണ് കേട്ടോ. എന്റെ ദൈവം, ഞാനൊരു തമാശ പറഞ്ഞ. തമാശ ഒന്നല്ല, നീ കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എന്റെ ഫോൺ അടിക്കുന്നുണ്ട്. ആരാ? അമൽ ഡേവിസ്. ഒന്ന് പോടി അവിടുന്ന്. ഹലോ. ആ കാർത്തിക, ഞങ്ങളിവിടെ മല്ലികാർജുന PG എത്തിട്ടോ. ആ എത്തിയോ? എങ്ങനെയുണ്ട് അവിടെ? ഇവിടെ അടിപൊളി, 2 കട്ടിലൊക്കെ ഉണ്ട്. സച്ചിനും ഉണ്ടോ? എന്താ പരിപാടി? അല്ല, ഞങ്ങള് ചുമ്മാ വെറുതെ ടെറസിൽ കാറ്റുകൊള്ളാനായിട്ട്. ടെറസിലോ? അവിടെ എന്നാ ഞങ്ങളുടെ ടെറസ് കാണണ്ടാണല്ലോ. എവിടെ? കാണുന്നില്ലല്ലോ. എവിടെ? എവിടെ? എടി അവന്മാരല്ലേ അത്? റീനു ഇവിടെ തുണി നോക്കി കാണിക്കണ്ട, കണ്ടോ? എവിടെ? അല്ല, ഒരു റെസ്റ്റോൾ നോക്കി കാണിക്കണ്ട, കണ്ടോ? കണ്ട? ആ കാർത്തിക, ഞങ്ങളൊരു താങ്ക്സ് പറയാൻ വിളിച്ചാട്ടോ. നിങ്ങൾ സജസ്റ്റ് ചെയ്ത സ്ഥലം കൊള്ളാം. ആണോ? വെൽക്കം. താങ്ക്സ് മാത്രമേ ഉള്ളോ? ആ ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നിങ്ങൾ മൈൻഡ് സ്പേസിലോട്ട് വരൂ, നമുക്കൊരു ചായ കുടിക്കാം. റീനുവിനെ വിളിച്ചോ, ഞാൻ സച്ചിനായിട്ട് വരാം. എന്നാലേ ഞങ്ങൾ ഈ തുണി വിരിച്ചിട്ട് വരാം. ഓക്കെ. ശരി, നിക്ക്. അവിടെ ചെന്നിട്ട് കാര്യങ്ങളെ നയത്തിൽ അവതരിപ്പിച്ചോളാം, കൊളാക്കരുത്. ചായ. സച്ചിന് നീ ചെന്നൈ പോണെന്നിട്ട് പോയില്ല? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഒരു ഷോപ്പിൽ ജോലി കയറി. എവിടെ? TFCയില്. TFC നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? തെലങ്കാന ഫ്രൈഡ് ചിക്കൻ. അല്ല, തോമസ് ഫ്രൈഡ് ചിക്കൻ. അതേതാ? ഞങ്ങളന്ന് ഇവന്റെ കസിന്റെ കാര്യം പറഞ്ഞില്ലേ, അവന്റെ ആ കട. ആ വണ്ടി എന്താ ഇത്? വണ്ടി വിറ്റോസ് നല്ല കൊണ്ട് കൊടുത്തില്ലേ? മറന്ന എല്ലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് കണടാ പാട്ടി. നിങ്ങക്ക് വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? പുറത്തോട്ടൊന്നും പോവാറില്ലേ? വീട്ടിൽ തന്നെ ഇരിപ്പാണോ? വീക്കെൻഡ് ആയിട്ട് നമ്മളെന്താ ക്ലീനിങ്ങും അലക്കലും ഉറക്കൊക്കെ ആയിട്ടൊക്കെ പോകും. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഒരു സിനിമയ്ക്കൊക്കെ ഉണ്ട് ഇങ്ങനെ ശാന്തി. എപ്പോഴും ഇങ്ങനെ അലക്കോണൊക്കെ ആയിട്ട് പോയാ മതിയോ? പിന്നെന്താ ചെയ്യണ്ടേ? പിന്നൊന്നും ചെയ്യാനില്ലല്ലേ? ഭയങ്കര മടുപ്പാണെന്ന്. ഇവനാണെങ്കിൽ ജോലി, ഞാനാണെങ്കിൽ പഠിച്ച് മടുത്ത്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പബ്ബിൽ പോവാന്ന് ഓർത്തപ്പോ അവിടെ കപ്പിൾ എൻട്രി മാത്രമേ ഉള്ളൂ. ഞങ്ങള് ഗേ കപ്പിളായിട്ട് പോയി നോക്കി, പൊക്കിയാവുമാര്. നിങ്ങള് ഗേ കപ്പിളാ? അല്ല, അങ്ങനെ അഭിനയിച്ചു പോവാൻ വേണ്ടിട്ട്. അത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. അഭിനയിച്ചാരും പറഞ്ഞു. നിങ്ങള് സൺഡേ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോയാലോ? കപ്പിളിനെ പോലെ അഭിനയിച്ച്. അല്ലടാ? അതെ. അല്ല, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ ഫുഡിന്റെയും ഡ്രിങ്ക്സിന്റെയും കാശ് ഞങ്ങൾ എടുത്തോളാം. ഞങ്ങൾ ഈ സൺഡേ ഫ്രീ ആണ്. പോവാല്ലേ? വരാം. ഞങ്ങളൊന്ന് ഇറങ്ങിയേക്കാം. പോവാണോ? പോവാണോ? പിന്നെ കാണാം. ശരി, കാണാം. ബൈ. ബൈ.
ഫുഡിന്റെ ഡ്രിങ്ക്സിന്റെ എക്സ്പെൻസ് കൊടുത്തോളാ. എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? എന്തേ? എടാ അവിടെ എത്ര ബില്ലാവും അറിയോ നിനക്ക്? ഏകദേശം എത്ര വരും? നിന്റെ ഒരു മാസം ശമ്പളം അവിടെ കൊടുക്കേണ്ടി വരും. എടാ സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നെ പറഞ്ഞോണ്ടല്ലോ പബ്ബി ചെന്ന് ഇമ്മാതിരി മണ്ടത്തരങ്ങളെ വിളിച്ചാ. ഡാടാ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യാൻ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്റെ തലയിൽ കയറിയാലുണ്ടല്ല അമലേ, നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. സത്യമായിട്ടും ഞാൻ അടിക്കും. ആ കൊടുക്കോ, ബില്ല് കൊടുക്കോ. ചെല്ലി ഓണാവന്റെ हमारा दोस्त है. എടി ഇന്നെങ്കിലും ആ ചെറുക്കൻ്റെ അടുത്ത് പറയണം കേട്ടോ നീ കമ്മിറ്റഡ് ആന്ന്. ഇന്ന് പബ്ബിൽ വെച്ചാണ് എന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ പറയാം. അമൽ ഡേവിസ് അവിടെ കിടന്ന് തുള്ളിച്ചാടുമായിരിക്കും. ഓ പിന്നെ ചൽ 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 മേരെ സാത്തി, ഞാനിപ്പോൾ ഹൈദരാബാദിൽ നവലോകപ്പടവുകൾ തേടിയുന്നു. എടി നമ്മുടെ വാണ്ടർലസിന്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഇല്ലേ? എടാ ജനലിന്റെ അവിടെ നിന്ന് മാറിക്കിട്ട ആൾക്കാർ കാണും. പിന്നെ ആൾക്കാരൂടെ ബൈനോക്കുലർ വെച്ച് നോക്കിക്കല്ലേ കാണാൻ. എന്നാ നീ അഴിച്ചു കാണിക്ക്. കൺമുന്നിൽ തിളങ്ങുന്നു ചാർമിനാർ. ആ കാർത്തികേ. ആ എടാ ചെറിയൊരു സീനുണ്ട്. അയ്യോ എന്തേ നിങ്ങൾ വരില്ലേ? അതല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റൂംമേറ്റ് നിഹാരിക വരുന്നുണ്ട്. ആ അത്രേ ഉള്ളോ? അതിനെന്താ വന്നോട്ടെ. അതല്ലടാ, അവിടെ കപ്പിൾ എൻട്രി അല്ലേ, അപ്പൊ എന്ത് ചെയ്യും? ഒരാളും കൂടെ വേണ്ടേ? അയ്യോ അതിപ്പോ അന്ന് അമൽ ഡേവിസിന് 2 കാമുകിണ്ടെന്ന് പറഞ്ഞാലോ. അതൊന്നും ശരിയാവില്ല. നമ്മൾ ആദ്യം കൂട്ടിയാലോ ഒന്ന് ആലോചിക്കാം. അയ്യോ അയ്യോ ആദിച്ചേട്ടനൊക്കെ വെറുതെ എന്തിനാ ഇപ്പൊ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് സാരമില്ല, ഞങ്ങൾ ഒരാളെയും കൂട്ടി വരാം. ഓക്കെ ശരി. എന്താടാ നിഹാരിക? ഏതാണിത്? ഈ പെണ്ണുമ്പിളക്കൊക്കെ വീട്ടിലിരുന്നാ പോരെ? ഇനി ഇവക്കൊരു മാപ്പിളനെ സെറ്റ് ചെയ്യണോല. വിശ്വസിക്കാൻ പറ്റുന്ന ആരെ വിളിക്കോടത് ഇപ്പോ? ഒരുത്തനുണ്ട്. ആര്? മേരിയനിയുടെ മോൻ തോമസ്. പക്ഷെ പബ്ബിലോട്ടാണെന്ന് പറഞ്ഞ അവൻ വരൂല. പിന്നെ എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വരും. എടാ മോൻ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അവനാണ് ഇൻട്രോവേർട്ട്. നിനക്കൊന്നും അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത ഇല്ല. അത് ശരി. പബ്ബ് പോയിട്ട് പബ്ജി എന്താന്ന് പോലും അവൻ അറിയോന്ന് എനിക്ക് ഡൗട്ടാണ്. അവൻ വിളിച്ചാ വരൂ. വല്ല സയൻസ് എക്സിബിഷൻ മാത്ത് ഒളിമ്പ്യാഡെന്ന് വല്ലതും പറഞ്ഞ് വിളിക്കുക. ആരുടെ ചാവടീന്ദ്രാണെന്നും പറഞ്ഞെങ്കിലും വിളിച്ച് വരുത്താവനാ. ഇതെന്താണിത്? ആള് കൂടിയില്ലേ, ഒരു എമർജൻസിക്ക് വേണ്ടി വെച്ചേർന്നാണ്. നീയൊക്കെ ഓരോന്ന് നിൽക്കുമ്പോ ആലോചിക്കണം. ഞാൻ അവിടെ എന്താണ് ഇല്ലേ? അതിലില്ല, തീർന്ന്. തോമസേ മോനെ എവിടാ? എടാ നിങ്ങൾ പറഞ്ഞ ആളെന്തേ? വരൂടാൻ വെയിറ്റ് ചെയ്. ബ്രോ റൈറ്റ് സേഫ്. ഓക്കെ സർ. ഹായ് ഡാമൽ. എടാ സച്ചിൻ എന്റെ ഫ്രണ്ടാ. ഹായ് മച്ചാ. ഹായ് ബ്രോ. ഇതെല്ലാരും എന്റെ ഫ്രണ്ട്സാ. ഇതൊരു തോമസ്. ഇവിടെയാണോ ഒളിമ്പ്യാഡ് നടക്കണേ? അല്ല അത് ഇതിന്റെ അകത്ത്. ഇതെന്താ രാത്രി പരിപാടി വെച്ചാ? അത് അമേരിക്കൻ ടൈമിങ്ങാ. മാത്ത് ഒളിമ്പ്യാഡെന്ന് പറഞ്ഞിട്ട് ഇത് ബാറല്ലേ? യു ചീറ്റ്. എന്താണ്ട് നടക്കണം അങ്ങോട്ട്. ഇല്ലെങ്കിൽ പിടിച്ചിടിക്കും നടക്കും. തോമസ് എന്താ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. Mind your business, lady. It's Pascal's triangle. It's the expansion of binomial theorem. എന്താ
ഒന്നുമില്ല. താങ്ക് യു. തോമസ് കഴിക്കൂലേ? അല്ല, അവൻ അടിക്കില്ല. എന്റെ പൊന്നെ, ഇങ്ങനൊന്നും അടിക്കല്ലേ, ഡേഞ്ചർ ആണ്. അല്ല, എനിക്ക് ഇങ്ങനെയാ ശീലം. അയ്യോ പേടിക്കണ്ട കേട്ടോ, ഞാൻ അത്ര വലിയ കുടിയനൊന്നുമല്ല. എനിക്കെന്തിനു പേടി? അല്ല വരാം, ഞങ്ങളൊന്ന് ഫിനിഷ് ചെയ്തിട്ട്. ഇതൊന്ന് നോക്കിയേക്കണേ. ഓ എടാ, നീ അവള് പറഞ്ഞത് കേട്ടാ, ഞാൻ കുടിക്കുന്നതിലൊന്നും അവൾക്ക് വലിയ പ്രശ്നമില്ലാന്ന്. എടാ അതല്ല, നീ കുടിച്ച ചത്താലോക്ക് ഒരു തേങ്ങയില്ലാന്ന്, അതായത് നിന്നോട് അവൾക്ക് ഒന്നുമില്ലാന്ന്. അങ്ങനൊന്നും അല്ല അത്. നീ എന്തായാലും സംസാരിക്കാൻ സെറ്റ് ചെയ്ത ആംബിയൻസ് ഉള്ളാട്ടാ. ഇവിടെ ഇരുന്ന് മനസ്സമാധാനായിട്ട് എങ്ങനെ മിണ്ടോടാ? ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വന്നല്ല, വൈബ് ചെയ്യാൻ വന്നല്ലേ. നീ വന്ന് നമുക്ക് അവരോടൊപ്പം ചില്ലിയബാ. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന് എനിക്ക് അറിയാൻ പാടില്ലേ? ഇതൊരുമാതിരി പുകയും സൗണ്ടും. എടാ സൗണ്ട് ഒന്ന് കുറച്ചൊക്കാൻ പറഞ്ഞേ. DJ മിണ്ടാണ്ടിരി എന്തൊന്നാണ് കാണിക്കണത്? വേറൊരു വഴിയുണ്ട്, നമുക്ക് കാർത്തികയുടെ അടുത്ത് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചാലാ. കാർത്തികേ? എനിക്ക് റീനുനെ മതി. ഷെടാ, എടാ കാർത്തിക നമ്മുടെ കൂടെ ഉണ്ട്, പകുതി കാര്യങ്ങളും ഓക്കെയാണ്. അവള് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നല്ല കുട്ടിയാവള്. അവന്മാരെന്താ അവിടെ പതുങ്ങിയിരിക്കുന്നേ? ചെല് വരാൻ പറ. എടാ തേടിയവളി കാലി ചുറ്റി, ദേ അവള് വരണ്ട്. നിങ്ങൾ എന്താ വരാത്തെ? എന്താ വരാത്തെ? വാ കാർത്തിക, ഇവിടെ ഇരിക്കൂ കുറച്ചേരം. എന്താ? കാർത്തികയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണ്ടേ? മനസ്സിലായി അമൽ ഡേവിസ്, ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കമ്മിറ്റഡാണ്. അതിനൊന്നുമില്ലേ? ഓ ഓ ഓ ഇട കാർത്തിക കമ്മിറ്റഡാണ്. ബൈ കമ്മിറ്റഡ്. സി നോ വൺ കേഴ്സ്. പിന്നെ എന്താ തുറന്ന് സംസാരിക്കാനുള്ളത്? ഇവന്റെ ഒരു കേസാണ്. എന്ത്? ഇവന് റീനുവിനെ ഭയങ്കര ഇഷ്ടാണ്. അത് തുറന്നു പറയാൻ ഭയങ്കര മടി, മഹാനാണക്കാരനാ. കാർത്തികനോടാവുമ്പോ എല്ലാം പറയാലോ. ഇപ്പൊ സംഗതി നേരെ ഉൾട്ടയല്ലോ. ഒന്നുമില്ല. ഇതിനാണോ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഞങ്ങളെ പബ്ബിലോട്ടുണ്ടെന്നേ? ഇതവിടെ വെച്ച് പറയായിരുന്നില്ലേ? അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കി അപ്പൊ തന്നെ അടിച്ചേരില്ലേ? നോ. സച്ചിൻ എന്നിട്ട് UK പോക്കൊക്കെ എന്തായി? അത് ഒരു തവണയും കൂടി അപ്ലൈ ചെയ്താൽ കിട്ടും. എന്റെ സച്ചിനെ, നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? 30 വയസ്സ് വരെയുള്ള പ്ലാൻ അവക്ക് ഇപ്പോഴേ ഉണ്ട്. കോളേജ് പഠിക്കുമ്പോ എന്തോ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, അത് പൊട്ടിയതോടെ ഇനി നേരെ മാരേജ് വന്ന് നിർന്ന് നിൽക്കുക അവള്. അതും അവളെക്കാളും പ്രായവും പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാള്. നീ ആണെങ്കിൽ ഓരോരുത്തർ പറയുന്നിട്ട് UK പോകാൻ പ്ലാൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ചെന്നൈയിലോട്ട് പോകുന്നു, ആരോ പറയാനായിട്ട് ഗേറ്റ് കോച്ചിങ് കെട്ടിയെടുക്കുന്നു. നീ ആദ്യം നിന്റെ കരിയർ എന്താ തീരുമാനിക്കേ, എന്നിട്ട് പ്രേമിക്കാൻ നടക്ക്. ഇതൊന്നും പറയണ്ട, രണ്ടുപേരും ഞങ്ങൾ താമസിക്കുന്നതിന്റെ അപ്പുറത്ത് വന്ന് താമസിക്കാം. ഇതൊക്കെ സ്റ്റോക്കിംഗ് ആണ്. സ്റ്റോക്കിംഗ് എന്താണെന്നറിയോ സച്ചിന്? സ്റ്റോക്കിംഗ് എന്താണെന്ന് അറിയുകയും ചെയ്യും, അതിൽ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. ആ കേസ് വിട്. അത് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. സപ്പോസ് ഇനി അവൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യണമെന്ന് തന്നെ ഇരിക്കട്ടെ, അവളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളെ മാത്രമേ അവളെ ഡേറ്റ് ചെയ്യുള്ളൂ. നീ ഈ പറയണ കണ്ടീഷൻസ് ഒക്കെ ഒത്താണെങ്കിൽ ഒരാളെ എവിടെ നിന്ന് കിട്ടാനാണ്? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഓഫീസ് തന്നെ ഉണ്ടെങ്കിലോ? ആരായിരിക്കും? വിത്തിൻ 6 months അവര് നല്ലൊരു കപ്പിളാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്താ തോന്നണേ? ഞാനിത് അവളുടെ അടുത്ത് സംസാരിക്കണോ? വേണ്ട, അവളോട് പറയണ്ട. സോറി. അമൽ, ഗെറ്റ് എ ലൈഫ് മാൻ. നീ ഒരു 2 ബിയർ കൂടി പറ. എടാ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുതലെന്തേ? തോമസേ, മോനെ തോമസേ, തോമസേ.
നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. ഞാൻ തൂറി എറിയും നിന്നെ. എടാ തോമസേ, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? വേഷം കിട്ടിയാലോ അടിച്ചെന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും. വന്ന് നീ ഹരികെ താനിവന് ഡ്രിങ്ക്സ് കൊടുത്തല്ലേ? എടോ ഇവന് ഒന്നും അടിച്ച് ശീലൂല. മേരി ആന്റി തന്നെ കൊല്ലും. അടങ്ങി നിന്നോളണം. മനുഷ്യരെ നാണം കെടുത്താനായിട്ട്. നീ സച്ചിനെ നോക്കിക്കേ, അവൻ തകർന്നിരിക്കാണ്. എന്നിട്ടെന്ത് കൂളായിട്ടാണ് അവൻ കാര്യം. സച്ചിനവിടെ സച്ചിനെന്തേ? സച്ചിനെ മോനെ. ഞാനും ജയനും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ്. എന്റെ സച്ചിനെ, നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? ഞാനങ്ങനെ കണ്ടിട്ടില്ല സച്ചിനെ. അപ്പൊ തന്നെ അടിച്ചല്ലേ? നോ. ഇനി ഞാൻ പെൺപിള്ളേരായിട്ട് പബ്ബിൽ പോയെന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. നിന്റെ ഉദ്ദേശം എനിക്കറിയാം. കുണു ഇതല്ല. സച്ചിന്റെ ഒരു ഹലോ വെച്ച്. എടാ സച്ചിനെ, നിന്റെ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്നത് കേട്ടാ. ഞാൻ വരൂല. എന്റെ പൊന്നു മോനെ, ഇതൊരു നിസ്സാര കേസല്ലേ? നീ ശാന്തിയുടെ നമ്പർ തന്നെ, ഞാൻ വിളിച്ച് സംസാരിക്കാം അവളോട്. അയ്യോ, എന്നിട്ട് വേണം നിനക്ക് ഇനി അവളായിട്ട് ബന്ധം സ്ഥാപിക്കാൻ. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഒരു തീരുമാനമായില്ലേ? എന്ത് വിട്ടോ? ചെന്നൈക്ക് വിട്ടോ? ഞാൻ എന്തിനാ കാർത്തി പറഞ്ഞിട്ട് ചെന്നൈ പോണത്? എന്നോട് അവള് പറയട്ടെ, റീനു പറയട്ടെ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇത്ര പെട്ടെന്ന് ഇഷ്ടം പറയാൻ വേണ്ടിട്ട് നിന്നെ തള്ളിവിടരുതായിരുന്നു. സ്റ്റോക്കിംഗ് എന്നൊക്കെ പറയണ വലിയ വലിയ വാക്കുകളാണ് ഐറ്റങ്ങൾ പറയണത്. അതുകൊണ്ട് ഇനി അവളൊരു കോണ്ടാക്ട് ഇങ്ങോട്ട് ചെയ്യാതെ നീ മിണ്ടാന്ന് നിൽക്കല്ലേട്ടാ. അതത്രേ ഉള്ളൂ. ദൈവമേ, അവളായിരിക്കണേ. ആരാടാ? ഇഷ്ടപ്പെട്ട കോളർ ടോൺ സെറ്റ് ചെയ്യാൻ ആ നമ്പറിലേക്ക് വിളിക്കാൻ. തൈര് കസ്റ്റമർ കെയറിലെ ചേച്ചിയിലെ നിനക്ക് പുച്ഛം. അവളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്? സ്റ്റോക്കിങ്. നീ അവളായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ നോക്ക്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രോപ്പർ ആവട്ടെ, എന്നിട്ട് ഇഷ്ടം പറഞ്ഞാൽ മതി. അപ്പോഴും ആദ്യം അവിടെ തന്നെ നിൽക്കാട്ടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിശാഖപട്ടണത്ത് നാട്ടിലും പ്രോപ്പർട്ടീസ്, മുംബൈയിൽ സ്വന്തമായിട്ട് വീട്, അതും ആ പരേഷ് രാവലിന്റെ വീടിന്റെ തൊട്ടടുത്തെങ്ങാണ്ടോണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിന്റെ എന്താടാ ഉള്ളത്? നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ കുക്കറാ. അതിനകത്ത് വാറ്റാനല്ലാണ്ട് അരി വെക്കാൻ പോലും കൊള്ളൂല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വല്ല കാട്ടിലും പോയി ജീവിക്കാന്ന് വിചാരിച്ച ഫോറസ്റ്റ് മിനിസ്റ്റർ നിജലിംഗപ്പ അവന്റെ ഫാമിലി ഫ്രണ്ട്. അവനെ നമ്മള് എന്ത് ചെയ്യോടാ അവനെ? ഒരു വഴിയുണ്ട്. എന്ത്? അവളുടെ ഓഫീസിലെ റിസപ്ഷനിസ്റ്റിനെ കുറച്ച് ചിക്കിലെറിഞ്ഞിട്ട് ആദിയുടെ കുഞ്ഞവളുടെ വയറ്റിൽ പറഞ്ഞു. അയ്യോ, നമ്മുടെ റേഞ്ചിലുള്ള ഒരു ഐഡിയ ആണ് ഈ പറഞ്ഞത്. വേണ്ടെങ്കി വേണ്ട. പിന്നെ വേറൊരു കേസ് അറിയാൻ കഴിഞ്ഞതേ, ഓഫീസിൽ ആദ്യം അവളും തൊട്ടടുത്താണ് ഇരിക്കുന്നത്. ഒരു ഫ്രീ ടൈം കിട്ടിയാൽ എങ്ങനെ അവളെ വളക്കാം എന്നായിരിക്കും അവൻ ആലോചിക്കുന്നത്. അതിലവനൊരു കില്ലാടിയാ. ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാനൊഴിച്ചു. ഞാൻ പോട്ടറ മോനെ, എന്നെ കൊണ്ട് കൂട്ടിയാ കുറ കേസല്ലേ. So guys,
Reenu has successfully completed her probation period, and now she's a full-time employee of Hospital. Big round of applause. Hey, treat. Yes. ഓക്കെ എന്താ വേണ്ടേ? It's your choice. ഓക്കെ, 2 days lunch is on me. Okay? Reenu. ഹലോ ഹലോ, എടാ നീ നാളെ സേലത്തെത്തൂലേ? നാളെ വരണോ? എടാ നമ്മള് മാത്രം സർട്ടിഫിക്കറ്റ് മേടിക്കാത്തുള്ളൂ. നീ വന്നാലില്ലെങ്കിൽ ഞാൻ തന്നെ നാളെ പോയി മേടിക്കും. ഞാൻ വരൂല എന്ന് പറഞ്ഞില്ലല്ലോ ഇനി. നീ വരണം. അയ്യോ എടാ, ഒരു ഇമ്പോർട്ടന്റ് കോൾ. ഞാൻ തിരിച്ചു വിളിക്കാം. ശരി. ഹലോ റീനു. എന്താണ് ഭയങ്കര ബിസിയാണല്ലോ? പേടിക്കണ്ട, ഗേൾ ഫ്രണ്ട് ഒന്നല്ല. എടാ, നിങ്ങളുടെ TFCയിലെ 8 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മീല് സെർച്ച് ചെയ്യോ? ഇവിടെ ഏറ്റവും ബെസ്റ്റ് ബർഗേഴ്സ് ആണ്. എങ്കിൽ നീ ഒരു 8 ബർഗർ മീല് ഞങ്ങളുടെ ഓഫീസിന്റെ അവിടേക്ക് ഒന്ന് ഡെലിവർ ആക്കോ? എടി, ഹൈടെക് സിറ്റിയുടെ അവിടെ ഡെലിവറി അത് കുഴപ്പമില്ല, ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യുടാ. താങ്ക് യു. എടി, സൂക്ഷിച്ചു പിടിക്കണേ. ഞാൻ കരവാളിച്ചല്ലോ. അത് ഇത്രയും ദൂരം വെയിലൊക്കെ കൊണ്ട് ബൈക്ക് ഓടിച്ച് വന്നതല്ലേ. എടാ, ഞങ്ങളുടെ ഫ്ലോറിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട്. ഇപ്പൊ അവിടെ റെഗുലർ ആയിട്ട് ഹയറിംഗ് നടക്കുന്നുണ്ട്. അവിടുത്തെ HR എന്റെ ഫ്രണ്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ റെസ്യൂം എനിക്ക് അയക്ക്, ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്യാം. ശമ്പളമൊക്കെ കുറവായിരിക്കും. അല്ല, നിനക്ക് താല്പര്യമുണ്ടേ? താല്പര്യമുണ്ട്. ഞാൻ റെസ്യൂം അയക്കാം. എന്നാ അയക്ക്. പിന്നെ അന്ന് പബ്ബിൽ നടന്ന വല്ല ഓർമ്മയുണ്ടോ? ഒരു മിന്നായം പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാനന്ന് കുറച്ച് ഓവറാക്കിയില്ലേ? കുറച്ചൊന്നും അല്ല. ഇനി മേലെ നിങ്ങളോട്ടൊരു പരിപാടി ഇല്ലെന്നാ കാർത്തിക പറഞ്ഞേ. ഒരു സെക്കൻഡ് പിടിക്കണോ? ആദി, അതെ വരുന്നു. ഒരു 2 മിനിറ്റ്. ആദി, എടാ എത്രയാടാ? 2300. 2500 ഉണ്ട്. ആദി റീനുവിന്റെ ബോയ് ഫ്രണ്ട് ആണല്ലേ? സച്ചിൻ എന്ത് തോന്നുന്നു? എനിക്ക് നിങ്ങൾ നല്ല മാച്ചായിട്ട് തോന്നി. ആണല്ലേ? ബൈ. എങ്ങനെയുണ്ട് സുബന? നല്ല ടേസ്റ്റ് ഉണ്ട്. TFC. റീനു അങ്ങനെ കണ്ടുപിടിച്ചു? നമ്മുടെ സച്ചിനല്ലേ, അവൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഏത് സച്ചിൻ? Did I miss something? നമ്മളൊന്ന് കല്യാണത്തിനുണ്ടല്ലേ, അവരുടെ കൂടെ ഞങ്ങൾ തിരിച്ചു പോന്നേ. Everybody stop eating. I think it's poisoned. JK, just kidding. കഴിക്കൂ. ശ്രീനി, have it. എന്റെ പൊന്നാദി, ചില സമയത്ത് നിന്റെ JK അടി ഉണ്ടല്ലോ, രസമുണ്ട്. റീനു, ആ പയ്യന്റെ പേരെന്താന്ന് പറഞ്ഞ? സേവാകോ? സച്ചിൻ. വാട്ട് എവർ. റീനുവിന് ഇപ്പോഴും അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നുള്ളത് വാസ് ക്വൈറ്റ് ഷോക്കിംഗ് ഫോർ മീ. ആദ്യം ഇപ്പോഴും അന്നത്തെ ആ ഗ്രഡ്ജ് മനസ്സിൽ വെക്കുന്നുണ്ടല്ലേ? ഗ്രഡ്ജ്? വാട്ട് ഈസ് ദാറ്റ്? എനിക്കത് എന്താണെന്ന് പോലും അറിയില്ല. എന്റെ ആദ്യം എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ എന്റെ സ്കൂൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാ തോന്നുന്നത്. ഇങ്ങനത്തെ തല്ലിപ്പള്ളി സ്കൂളൊക്കെ എപ്പോഴും നാട്ടിലുണ്ടല്ലേ? ഗവൺമെന്റ് ഒന്നും നിർത്തലാക്കില്ല? ചുമ്മാ വഴക്കിന് വരല ആദ്യം. ഹോൾഡ് യുവർ ഹോഴ്സസ്. റിയലി? റീനുവായിട്ട് വഴക്കോ? നോ വേ. ഹേ വിഘ്നേഷ്, அந்த பர்கர் எப்படி இருந்தது? அடையா மச்சான், நீ வேற. அந்த பாலா போன பர்கரை திறந்து வயிறுலாம் வலின்னு வலிச்சுன்னு இருக்குது. 2-3 தடவை ரெஸ்ட் ரூம் போயிட்டு வந்துட்டேன். Slight headache, you know. Vignesh, you have aspirin, right? Bagla irukku matta. Keep it. Adi, நெசமாலுமே aspirin வேணுமா என்ன? Tisir parana. സച്ചിൻ സന്തോഷ്, വൈശാഖ് മുരളി, ഇതൊക്കെ എഴുതി പോടും.
ഇവിടെ இங்கே போடும் இந்தா கிராஜுவேஷன் டேஸ் வச்சா ஒருத்தனும் வரமாட்டீங்க இப்போ வந்து சார் സർട്ടിഫിക്കറ്റ് എടേ വണ്ടി മലയും സാർ എന്നെ ஞாபகம் വൈശാഖ മുരളി ഓയാ കിട്ടിയല്ലോ വേഗം ഇവിടുന്ന് പോവാം. കുറച്ച് കാശ് കൈ വന്നിട്ട് വേണോടാ നമ്മൾ അപമാനിച്ചു വിട്ട് ഈ സ്ഥലം നമുക്ക് വിലക്ക് മേടിക്കാൻ. വരും, കാലചക്രം തിരിഞ്ഞു വരും. നിനക്ക് ആ സ്ഥലം ഓർമ്മയുണ്ട? അവിടെ വെച്ചാണ് M3 എക്സാമിന് നീ തന്നോട് 2 പേനുണ്ടോന്ന് വെച്ച്. അതൊക്കെ ഒരു കാലം. നീ ഇന്ന് പോണില്ലല്ല, ഇന്ന് ഇവിടെ കൂടല്ലേ പരിപാടി തെറ്റല്ലേ? അയ്യോ ഇല്ലടാ, തിരിച്ചു പോണം, നടപടിയാവില്ല. എന്താ? ഹൈദരാബാദിൽ നിന്ന് ഇപ്പൊ മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. എന്താ? എടാ എന്റെ ഹൃദയം അവിടെ വെച്ചിട്ടല്ലേ ഞാൻ പോന്നേക്കണത്. അത് ശരി, നീ അവളുടെ ഫോട്ടോ ഫോട്ടോ ഒന്നുമില്ല, പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിയാ മതി, അവളൊരു സുന്ദരി കോത തന്നെയാണ്. എടാ ഒറ്റ സെക്കൻഡ്. ഹലോ, നാട്ടിൽ പോവാണോ? അതെ. എന്തു പറ്റി പെട്ടെന്ന്? പെട്ടെന്നൊന്നുമില്ല, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന. ആണോ? പിന്നെ നീ ഇന്നലെ തന്ന ബർഗർ കഴിച്ചിട്ട് എനിക്ക് വയറിനൊരു സുഖമില്ല, ലൂസ് മോഷൻ അടിച്ചെനിക്ക്. അയ്യോ, എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെയാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. TFC ഇതുവരെ ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ആർക്കും. അത് വിട്, ഞാനേ നിന്നെ വിളിക്കാം. ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ തമിഴ്നാട്ടിൽ എവിടെയാണ്. സേലം എടുക്കാറായി. സേലോ? അല്ല ഞാനും സേലത്തുണ്ട്. ശരി, വെക്കുവാ. അല്ല ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ ശരി. ആരടാ? ഹൗസ് ഓണറാണോ? നീ ഇന്ന് പരിങ്ങണ്ടായിരുന്നല്ല. അവളാടാ, രാവിലെ ഫുഡ് കഴിക്കാത്തതിന് എന്നെ 1.5 മണിക്കൂർ നിർത്തി പൊരിച്ച്. ഇപ്പൊ അതെ അവള് നാട്ടിൽ പോവാണ്, സേലം വഴിയാ പോണെന്ന്. എന്നോട് സ്റ്റേഷനിൽ ഒന്ന് നിൽക്കാൻ. ഓരോരോ കഷ്ടപ്പാടുകളെ. നീയൊക്കെ ഒന്ന് ഫുഡ് കഴിച്ചോന്ന് ആരെങ്കിലും ചോദിച്ചാ? അതാണ്, റിലേഷൻഷിപ്പിലൊന്നും ചെന്ന് ചാടല്ല ടോനെ. സിംഗിൾ പസംഗ, അത് തന്നെയാണ് മാസ്. ഇന്നലെ തന്നെ ഞാനോളും കൂടി പുറത്തു പോയിട്ട് ഒരു ബർഗർ കഴിച്ച്. അത് അവളുടെ വയറ്റിന് പിടിച്ചില്ല. ഇപ്പൊ അതേ ലൂസ് മോഷനൊക്കെ ആയിട്ട്. അല്ല നിനക്ക് ഫസ്റ്റ് ഇയറിൽ ഇതേപോലെ ഒരു തൂറ്റൽ വന്നിട്ട് ഒരു ഒറ്റമൂലി കഴിച്ചിട്ടല്ലേ ശരിയായത്? നമ്മുടെ ഉമാശങ്കറിന്റെ പാർട്ടിയുടെ. ഏത് പാർട്ടി? എനിക്ക് ഓർമ്മയൊന്നുമില്ല. കുമുദം പാർട്ടി. അവരെ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഉമാശങ്കറിനൊന്ന് വിളിച്ചോക്കട്ടെ. പാർട്ടി ഇപ്പോഴും ഉയരോട് ഉണ്ടോ എന്തോ. കുമുദം പാർട്ടി. ഒറ്റമൂലിയോ? എടാ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് നെയ്ക്കാരപ്പെട്ടിയിൽ അതിനേരം വണ്ടി ഒന്നും നിർത്തിയിട്ടില്ല. അല്ല അത് സാരമില്ല, ഞാൻ അവിടെ ഒന്ന് നിന്നോളാം. നീ ഏത് കമ്പാർട്ട്മെന്റ് എന്ന് പറ. സച്ചിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എടി പിന്നെ നിനക്ക് ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ തീരെ അങ്ങോട്ട് വെള്ളം പോലെയാണോ അല്ലെങ്കിൽ? അല്ല പാട്ടി ചോദിച്ചു. നീ ഒറ്റമൂലി എന്ത് പണ്ടാരെങ്കിലും കൊണ്ടാ? നീ ഫോൺ വെച്ചേ. പാട്ടി ഉടമ്പ് വണ്ണം വെക്കരുത്. ഏതാവത് വൈശാഖേ, ഞാൻ പോയിട്ട് വരാം. നീ വെയിറ്റ് ചെയ്തിട്ടോ, ഞാൻ വരാം. ശരി ശരി. നീ എങ്ങനെയാ പോകുന്നേ? ഞാൻ പോകോളാം. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഞാനേ വിളിക്കാം. ശരി.
ആരാന്നോ? എടാ ഞാൻ റീനുവാ. അയ്യോ അതെ, ഫോണിന്റെ ഡിസ്പ്ലേ വീണപ്പോ പൊട്ടി, അത് കാരണം പെട്ടെന്ന് മനസ്സിലായില്ല. എടാ നീ തിരിച്ചു പോയായിരുന്നോ? ഇല്ല. അപ്പൊ ഇപ്പഴും നീ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാ? അല്ല. പിന്നെ ഞാൻ ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ചാടി കയറി. എന്തിന്? അല്ല, എന്തായാലും ഇവിടെ വരെ എത്തി. അപ്പൊ നാട്ടിലൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. സത്യന നീ എന്ത് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നേ? ഓടുന്ന വണ്ടി ചാടിക്കറി വല്ല ആക്സിഡന്റും പറ്റിയിരുന്നെങ്കിലോ? അല്ല, അതിനൊന്നും പറ്റില്ലല്ലോ ഇപ്പൊ. പറ്റിയില്ല. എടി ഞാനേ വിളിക്കാം, ഞാനിവിടെ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ശരി. എടാ നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഇതില് കയറിക്കോ. അത് ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കാൻ വരെയായിരുന്നു. അത് കൊഴപ്പുണ്ടാവില്ലല്ലോ അല്ലേ? കൊഴപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ടിടിനോട് പറഞ്ഞു നോക്കാം. ഏതായാലും നീ വാ. ശരി. ശരി. നിക്ക് കേറുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. എന്താ? ഈ മരുന്ന് എനിക്ക് തരാൻ വേണ്ടിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? അതെ, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്. അല്ല, എന്റെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അത് റീനുവിനെ പോലത്തെ നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടാ. അല്ല, ഞാൻ തന്ന ബർഗർ കഴിച്ചിട്ടല്ലേ ഈ അവസ്ഥയിലായത്. ശരി, ഈ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ? അതെന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അല്ല, നാട്ടിൽ പോയിട്ട് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? ആലോചിക്കാൻ സമയം വേണോ? അല്ല, എന്റെ വിസ രണ്ടാമത് അപ്ലൈ ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഏജൻസിക്കാർ വിളിച്ചിരുന്നു. മൊഴിയെടുപ്പ് കഴിഞ്ഞെങ്കിൽ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? ബാബക്കോ. നമസ്കാരം. എന്താ കാണിക്കുന്നേ? അല്ല, AC കമ്പാർട്ട്മെന്റിൽ എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല സിസ്റ്ററെ. ഇത് എവിടെയത്? അവിടെ. എവിടെ? നീ ആ മരുന്ന് കഴിച്ചില്ലേ? അയ്യോ ഇല്ല. അടുത്ത് കഴിച്ചത്? ചേട്ടാ, ഇത് ഇങ്ങനെ കഴിക്കണ്ടേ? ഇത് അതങ്ങനെ എടുത്ത് വിഴുങ്ങി ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി. അതൊന്നും നോക്കണ്ട, കഴിച്ചത് മുഴുവനും വടിച്ചെടുത്ത് കഴിച്ചത്. എത്ര? കുറച്ചുകൂടി മുഴുവനും എടുത്ത് കഴിക്കത്, വടിച്ച് കഴിക്കി. മതിയാ? ഇല്ല, ഒരു ആശ്വാസം തോന്നുന്നില്ലേ? എന്തേ? റീനു? റീനു? JK, just kidding. ദൈവമേ, ജയിക്കാന്റെ കാര്യം പറഞ്ഞോളൂ. ആദ്യം വിളിക്കുന്നുണ്ടല്ലോ. ആദി, സേഫ് ആണ്. ഞാനിപ്പോ സേലം കഴിഞ്ഞു. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. വെയിറ്റ് 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 വെയിറ്റ്, ആ ഷർട്ട് നല്ല പരിചയമുണ്ടല്ലോ. ഹു ഈസ് ദാറ്റ്? ഇത് സച്ചിൻ. നമസ്കാരം ചേട്ടാ. ഓ നോ, എന്റെ ഒരു എന്ത് ഭാവിച്ചിട്ടാ? ആ വണ്ടിയിലെ ചങ്ങലുണ്ട്, വേഗം വലിച്ചിട്ട് വല്ല കാട്ടിലോട്ട് പോയി ഓടി രക്ഷപ്പെടും. ഇവന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് സേഫ് അതാ. എന്താണോ? ആദി പാനിക്കാവല്ലേ, അവൻ എനിക്ക് മരുന്ന് കൊണ്ട് വന്നാ. മരുന്നോ? എന്നിട്ട് നീ ഇത് കഴിച്ചോ? കഴിച്ചു. Okay, do one thing. Go straight to the bathroom, put your finger inside and vomit it out. ആദ്യം ഒന്ന് കൂളാവ്. നമ്മുടെ സച്ചിനല്ലേ? വേണ്ട. സച്ചിൻ, നീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് തോന്നുമല്ലോ. ആദ്യം നോൺസെൻസ് പറയാതെ. റീനു? റീനു? ഹലോ 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 ഹലോ. എടുത്തോണ്ട് പോടോ. കട്ടായി തോന്നുന്നു. ഇവനെന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കണത്? ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു മര്യാദ ഒക്കെ വേണ്ടേ? റിലേഷൻഷിപ്പോ? ആർക്ക്? അപ്പൊ ഇല്ലേ? ഇതെന്ത് കഷ്ടമാണ്. ഓഫീസിലെ കുറെ പേര് എന്നെ ആദ്യം കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കാം. നീയും ഓഫീസിൽ അപ്പൊ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലേ? സച്ചിനെ ഒന്നാമത് എനിക്ക് വയ്യ. വെറുപ്പിക്കാണ്ടൊന്ന് പോയേ നീ. എടാ നീ എവിടെയാ? ഞാൻ ഒരു വർക്കില്ല. എന്തേ? എടാ എനിക്കൊരു 10,000 രൂപ വേണമായിരുന്നുടാ, ഒരു പോത്തുംകുട്ടീനെ മേടിക്കാനാ. 10,000? എന്റെ എവിടെന്നാ? അവളോട് ചോദിച്ചില്ലേ? അവളടുത്തില്ലാന്ന്.
ഞാനേ വിളിക്കാം, ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, ഞാൻ വിളിക്കാം. ശരി ശരി. എടാ നിനക്ക് കാശിനുള്ള അത്യാവശ്യം ഉണ്ടോ? ഏയ് അത്യാവശ്യമൊന്നുമില്ല. അമ്മയ്ക്കൊരു പോത്തൂട്ടിനെ മേടിക്കാനാണ്. അമ്മയ്ക്ക് ചിലപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. 10,000 രൂപയ്ക്ക് പോത്തൂട്ടിനെ മേടിക്കും. 30,000 രൂപയ്ക്ക് എന്നിട്ട് അതിനെ തീറ്റിപ്പറ്റി 10,000 രൂപയ്ക്ക് തന്നെ വിറ്റൊലയ്ക്കും. അയ്യോ അതിപ്പോ നഷ്ടല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാ കാശിന് ആവശ്യമുണ്ടെങ്കിൽ അമ്മയ്ക്ക് അച്ഛനോട് ചോദിച്ചാ പോരെ? അതിന് അവര് രണ്ടുപേരും വേണ്ടിയിട്ട് തന്നെ 1.5 കൊല്ലറ്റായില്ലേ. അണ്ടിപ്പിള്ളിക്കാവ് ഉത്സവത്തിന്റെ അന്നാണ് അവർ ലാസ്റ്റ് മിണ്ടുന്നത്. അതും ഇതേപോലെ എന്തോ അടിയിടാനായിട്ട്. അപ്പൊ അവര് മിണ്ടിക്കാണാൻ നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ? എന്റെ പൊന്നോളെ മിണ്ടല്ലേ എന്നാണ് ആഗ്രഹം. മിണ്ടിക്കഴിഞ്ഞാൽ അപ്പടി ഉറപ്പാണ്. വീട്ടിൽ നിന്ന് വല്ല കല്യാണത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ രണ്ടാളും 2 വഴിക്കാണ് പുറത്തേക്ക് ഇറങ്ങുക. നീയേ എന്റെ പേരൻസിനെ കാണുമോനെ? എവിടെ? ഒരു സെക്കൻഡ്. ഇത് നോക്കി, ഈ ഗേറ്റ് തൂങ്ങി കിടക്കുന്നതാണ് എന്റെ അപ്പൻ. ഇത് മമ്മി. ഫ്രീ ടൈം കിട്ടുമ്പോ ഇവർക്ക് ഇതൊക്കെ പരിപാടി. എനിക്കിപ്പോ ശീലായി. ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടാ. ഇതിനേക്കാളും വേദന എന്റെ അച്ഛനും അമ്മയാണ്. ഒരൊറ്റ അടിയൊന്നുണ്ടല്ലോ. എടാ നിന്റെയൊക്കെ നാക്കണ്ടല്ലോ, ഏത് നടുക്കട്ടിൽ കൊണ്ടിട്ടാലും അത് വെച്ച് തുഴഞ്ഞൊഴിഞ്ഞ് രക്ഷപ്പെട്ടോളൂ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. അതാ മരുന്ന് കഴിച്ചാ ഉറക്കം വരുമെന്ന് പാട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. തായോ കിടന്നു 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 കിടന്നാ എണീക്കോ? എന്താടി റീനൂസ്? കിടന്നു. ഈ പാട്ടിയൊക്കെ ഉള്ളതാണോ? റീനു റീനു ഉറങ്ങിയ? എടി സത്യം പറഞ്ഞ നാട്ടിലേക്ക് പോകാനല്ല ഞാൻ വന്നത്. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടമൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പബ്ബിലേക്കും പിന്നെ ട്രെയിനിലേക്കും ഒക്കെ ചാടി കയറിയത്. ഇത് നിനക്ക് ബോധമുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ എൻ്റെ അടുത്ത് ചാടിക്കടിക്കും. അതുകൊണ്ടാണ് ഉറക്കത്തിൽ പറഞ്ഞത്. റീനു, നീ ഇതുവല്ലതും കേൾക്കുന്നുണ്ടാ? സച്ചിനെ ആലോ എത്തി. അയ്യോ, ഞാൻ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആ മരുന്ന് കഴിച്ചോണ്ടാണോന്നറിയില്ല, ബെറ്ററായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങട്ടെ. എടാ ആ താങ്ക്സ്. അയ്യോ, നോ മെൻഷൻ പ്ലീസ്. എടാ പിന്നെ 23-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. ഫ്ലാറ്റില് ചെറിയൊരു ആഘോഷമുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ നീ അമൽ എന്തായാലും വായോ. അമൽ വന്നില്ലെങ്കിലും നീ എന്തായാലും വരണം. എത്തിട്ട് മെസ്സേജ് അയക്കട്ടാ. ബൈ ബൈ. ബൈ. ശരി. കുട്ടിക്കുടിയേ മിഠിക്കുടിയേ തല തിരിഞ്ഞേ വര തെളിഞ്ഞേ പതി പതിയേ ചിരി വിരിഞ്ഞേ ഓ മതി മറന്നേ മനോരാജ്യമേ നേരാ നീ കാണാൻ എന്ത് ചേല നീ മിണ്ടാ നേരം നേരാ നീ സാദാ സിൻഡറേല കുട്ടിക്കുടിയേ ചുറ്റിത്തിരിയേ പിരിപിരിഞ്ഞേ നിറമറിഞ്ഞേ സിംഗ് ചേട്ടാ. അമലോ ഒന്നില്ലെങ്കിലും സച്ചും വരണം.
പിന്നെ നീ വന്നില്ലെങ്കിൽ എന്നോട് വരാനായിരിക്കും പറഞ്ഞത്. എന്നാ നീ ഇത് പിടി മോനെ. പുതിയ ഫോൺ. സച്ചിനെ മോഷണം തുടങ്ങിയ നീ? എടാ നമ്മളുടെ പഴയ ഫോണാടാ. എത്ര കാശ് വാങ്ങിയവള്? കാശ തന്നെ. ട്രെയിനിൽ കയറുന്നു, മരുന്ന് കൊടുക്കുന്നു, അവള് ഫോൺ നിനക്ക് തരുന്നു, നീ ഗിഫ്റ്റ് അവക്ക് കൊടുക്കുന്നു. ഇവിടം വരെ ഓക്കെ, ഗുഡ് ജോബ്. പക്ഷെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഞങ്ങള് ഫ്രണ്ട്സ്. ഫ്രണ്ട് സോൺ. അതെന്താണ് ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ ഏതാണ്ട് കോമയെ കിടക്കണ പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്, ചത്തോന്ന് വെച്ചാൽ ചത്ത്. അതിന്ന് ബോയ് ഫ്രണ്ടിലേക്കുള്ള പോക്ക് ഏറെക്കുറെ അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തിനാടാ ചെവിയിൽ വിളിക്കണത്? ഉറക്ക വിളിച്ചോ. ഹൈദരാബാദാണ്, ആർക്കും മനസ്സിലാവൂല. വിളിച്ചോ നീ. വാ. ഇല്ല, സമയം വൈകി വാടങ്ങിട്ട്. എന്താണോ ആദി? നിങ്ങളായിരുന്നോ? മനുഷ്യൻ ചുമ്മാ പേടിച്ചു പോയല്ലോ. ഞങ്ങള് പെട്ടെന്ന് കണ്ട എന്റെ ഷോക്കില, ഐ മീൻ സർപ്രൈസില്. ആ സർപ്രൈസിൽ അർത്ഥം ഉല്ലസിച്ചതാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പകുതിക്കാശല്ലേ? ബാ സച്ചനെ, ഇത് അമ്മ അപ്പയും. അമ്മ ഇത് സച്ചൻ, അത് അമ്മ. വാ വന്നിരിക്കെ. എന്താ അറിയുന്നു, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഹൈദരാബാദ് മൊത്തം ഉണ്ടല്ലോ. അതിന് ക്ലോസ് ആയിട്ടുള്ളവര് മാത്രല്ലേ ഉള്ളൂ ഇവിടെ. ചീപ്പ് സ്റ്റേഷനറി ഐറ്റംസ്. കൊള്ളാം. അതില് വേറൊരു സൂത്രം കൂടി ഉണ്ട്. ബോംബായിരിക്കും. ചൊമ്പൂരുപ്പ കമ്മ്യൂണിസം. കൊള്ളാം. അയ്യോ എനിക്കിഷ്ടായി. ബിരിയാണി ഉണ്ട്, കഴിക്കാം. റീനു, ഇത് ഞാൻ അമ്മയ്ക്കും പപ്പയ്ക്കും വേണ്ടി വാങ്ങിയതല്ലേ, നിനക്ക് അപ്പ വേണമെങ്കിലും കഴിക്കാലോ. പുലർച്ചെ 5 മണിക്ക് ബാവർച്ചി ബിരിയാണി ഹൗസിൽ പോയി ക്യൂ നിന്ന് നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിയതാ. അത്രയും നേരത്തെ മേടിച്ചാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചീത്തായിട്ടുണ്ടാവില്ലടാ. പിന്നില്ലാണ്ട്. ഇനി ഇതുപോലെ തൂള കോമഡി പറഞ്ഞ എന്ന് പപ്പ പറയും. ചുമ്മാ തമാശ.